ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിങ്ങൾക്ക് എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ രീതിയിലുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സന്തോഷമായിരിക്കുന്നു സിസ്റ്ററെ? ദൈവകൃപയ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളെ പറയുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ പ്രിയ കർത്താവിന്റെ ദാസിയും കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നമ്മൾ അങ്ങയുടെ സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമെന്ന് അപേക്ഷിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക് വിടുതലും ഇവിടെ സ്ഥാനത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം എത്തിയാട്ടാ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് സിസ്റ്റർ ഒന്ന് പറഞ്ഞിട്ട്. ഞാന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കർത്താവിന്റെ ദാസി ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനും അറിവിനും വേണ്ടി പറഞ്ഞാണ്. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ തന്നെ എന്നെ ജോയ്സ് ടിവിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ആന്റിയോടും അതിന്റെ പ്രവർത്തകരോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ആമേൻ. ദാവീദിനോട് ചോദിച്ചു, എല്ലാം താഴ്വരയിൽ എത്തിയപ്പോൾ ചോദിച്ചു, നീ പട കാണാൻ വന്നതാ, നിനക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരിക്കൽ എന്റെ അപ്പന്റെ ആടുകളെയും കൊണ്ട് പോയപ്പോൾ ഒരിക്കലും ഒരു കരടിയും ഒരിക്കലും ഒരു സിംഹവും വന്നപ്പോൾ വലിച്ചു കീറിയ ഒരു ചെറിയ എക്സ്പീരിയൻസേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. മല്ലന്റെ നേരെ നിൽക്കാൻ ആ ചെറിയ കാര്യം കൊണ്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ തമ്പുരാൻ ചെയ്തു തന്ന ചെറുതും വലുതുമായ സമസ്ത സാക്ഷ്യങ്ങളും ദൈവനാമ മഹത്വത്തിനാക്കി എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ചുരുക്കം ചില വാചകങ്ങളിൽ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയതും വലിയതുമായ സാക്ഷ്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അത് പല ജീവിതങ്ങൾക്ക്, എന്നെ പോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ യൗവനക്കാരായുള്ള ആൾക്കാർക്ക് പലർക്കും ഇന്നത്തെ ഈ ടെസ്റ്റ് മണി വലിയ വിടുതലാക്കി പരിശുദ്ധാത്മാവ് തീർക്കാൻ വേണ്ടി പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ടെസ്റ്റ് മണിയിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ട് കയറാനായി ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 27 വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:27. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ? പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളോട് ഞാൻ പ്രാരംഭമായി പറയട്ടെ, ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ പേരൻസോ നമ്മുടെ സഹോദരങ്ങളോ അല്ല. ആമേൻ. സൈന്യങ്ങളുടെ യഹോവയാണ് നിർണയിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. യഹോവയുടെ കരമാണ് നമ്മുടെ നേരെ നീട്ടിയിരിക്കുന്നതെങ്കിൽ അതിനെ മടക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി, എന്നെ കുറിച്ചുള്ള എന്റെ ദൈവത്തിന്റെ പദ്ധതി സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിട്ടുണ്ടായിരുന്നു. ആ രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാ, പക്ഷേ ആ വംശാവലി പട്ടികയിലെ രൂത്ത് എത്തണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ആ രൂത്ത് എത്തിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മകളാണ്. പക്ഷേ ഞാൻ കർത്തൃവേല ചെയ്യണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രാരംഭത്തിൽ അനേകരുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവയാണ് നിങ്ങളെ കുറിച്ച് നിർണയിച്ചിരിക്കുന്നതെങ്കിൽ, അവന്റെ കരമാണ് നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നതെങ്കിൽ ആർക്കും അത് മടക്കുവാൻ കഴിയത്തില്ല. എന്റെ പേര് ആദ്യമേ ആന്റി പറഞ്ഞല്ലോ, ബ്ലെസ്സി എന്നാണ് എന്റെ പേര്. എന്റെ പ്രിയപ്പെട്ടവന്റെ പേര് റോജി എന്നാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, അവള് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ പേര് സ്തുതി എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ മാതാപിതാക്കൾക്ക് 3 മക്കളാണ്. എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. ഏറ്റവും ഇളയ മകളാണ് ഞാൻ. അവരുടെ ഞാനൊരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. നന്നായി ഞങ്ങൾ പള്ളിയിലൊക്കെ പോവുകയും എല്ലാ കാര്യങ്ങളിലും ഒക്കെ സംബന്ധിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. പള്ളി കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓർത്തഡോക്സുകാരുണ്ടെങ്കിൽ അറിയാം, അവർക്ക് ഭയങ്കര ഭക്തിയാണ്. അത് യേശുപ്പനോടുള്ള ഭക്തിയേക്കാൾ കൂടുതൽ അവർക്ക്
മധ്യസ്ഥന്മാരോടാണ്, അനവധി മധ്യസ്ഥന്മാരോട് അവർ ആശ്രയിക്കും. ആമേൻ. ഈ ആഴ്ച അവർ മണർകാട് പോകുമെങ്കിൽ അടുത്ത ആഴ്ച അവർ മരുതിമൂട്, അടുത്ത ആഴ്ച അവർ പരുമല, അടുത്ത ആഴ്ച അവർ മലയാറ്റൂര്. അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ഉറപ്പോട് പറയുന്നത്. ഇത്ര ആഴ്ച പോയാൽ, ഇത്ര ആഴ്ചകൾ മെഴുകുതിരി കത്തിച്ചാൽ, ഇത്ര വർഷം മല ചവിട്ടിയാൽ, ഇങ്ങനെയൊക്കെ ഒത്തിരി അമിത ഭക്തിയുള്ളൊരു ആൾക്കാരാണ് ഈ ഓർത്തഡോക്സുകാര്. പ്രത്യേകിച്ച് അവരുടെ ഗാനങ്ങൾ, അവർ പറയുന്നത് ഏറ്റവും നന്നായി പാട്ടുകൾ പാടുന്നത് അവരാണെന്നാണ് അവർ പറയുന്നത്. വളരെ ഈണത്തിൽ പാട്ട് പാടുന്ന അവര്. കാര്യം ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്റെ ഒരു കസിൻ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ എങ്ങനെ നമ്മുടെ പാട്ടുകളെ മറന്ന് ഇറങ്ങാൻ നിനക്ക് തോന്നിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഭക്തിയാണ്. അതിന്റെ നടുവിൽ നിന്ന് ഇറങ്ങിയ ചെറിയൊരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് എനിക്ക് ചെറുതല്ല, എനിക്ക് വലിയ സാക്ഷ്യമാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2010 കാലയളവ് ഞാൻ എന്റെ പഠനമെല്ലാം കഴിഞ്ഞു, ഡിഗ്രി കാലയളവ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ കുറച്ചുനാൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു കാലയളവ് കാണുമല്ലോ. പഠനം കഴിഞ്ഞ് എന്റെ സഹോദരന് ഒരു കടയുണ്ടായിരുന്നു, ആ കടയിലും കുറച്ചു നാളൊക്കെ ഞാൻ നിന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വെറുതെ ഒരു ഫ്രീ പീരീഡ് പോലെ ഞാൻ ഭവനത്തിൽ വെറുതെ ഇരിക്കുന്ന ഒരു കാലയളവ്. എനിക്ക് ആങ്ങളുടെ വൈഫ് വീട്ടിലുണ്ട്, നാത്തൂനുണ്ട്, എന്റെ മമ്മിയുണ്ട്, ഞാനുണ്ട്, ആങ്ങളുടെ കുഞ്ഞുമുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയം ചേച്ചിയെ കെട്ടിച്ചു വിട്ടു. ഞങ്ങളെ കെട്ടിലൊക്കെ ഒത്തിരി മുന്നേ ചേച്ചിയെ കെട്ടിച്ചു വിട്ടു, വിവാഹം ചെയ്ത് അയച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം 2 ആന്റിമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവരിങ്ങനെ സുവിശേഷം പറയാനായിട്ട് പോകുന്ന വ്യക്തികളാണ്. അത് അടുത്തൊന്നും ഉള്ളവരല്ല, വളരെ ദൂരെ നിന്ന്. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്തായിരിക്കാം, ഇനി അതിനും അപ്പുറമാകാം. അവിടെ നിന്ന് 2 ആന്റിമാര് ഞങ്ങളുടെ വീട് തിരക്കി സുവിശേഷം പറയാൻ വന്നു. ഞങ്ങളുടെ വീട് തന്നെ തിരക്കി വരാൻ കാരണം ആ സമയത്ത് ഞങ്ങളുടെ വീട് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു. എന്റെ ബ്രദറിന്റെ ബിസിനസ് ഒക്കെ വളരെ തകർന്ന് വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം എന്റെ ബ്രദറിനെ അറിയാവുന്ന ഒരാളുടെ വൈഫും അദ്ദേഹത്തിന്റെ കൂടെ ഒരു ആന്റിയും കൂടെ വന്നു. ഇവര് വന്നപ്പോഴേ ഞങ്ങളുടെ ഹോളിലോട്ട് കയറുമ്പോ തന്നെ അറിയാം ഒരുപാട് ഫോട്ടോസ് എല്ലാം ഭിത്തിയിൽ വെച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഫോട്ടോസും അതിന്റെ നടുവിൽ മെഴുകുതിരി കത്തിക്കുന്ന ഒരു അവസ്ഥ, ഒരു കുഞ്ഞ് നിലവിളിക്കിരിക്കുന്നു. ഇതെല്ലാം ഹോളിൽ കയറുമ്പോഴേ കാണാം കുറെ പ്രതിഷ്ഠകൾ, അത് ഇത്. ഈ വന്ന ആന്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ അവർ വളരെ കർക്കശമായ നിലവാരത്തിൽ സംസാരിക്കുന്ന ഒരു ആന്റി. നമ്മൾ പറയുമല്ലോ നഹൂം പ്രവാചകനെ കുറിച്ച് പറയുമല്ലോ വളരെ കർക്കശമായ നിലവാരത്തിൽ സംസാരിക്കുന്ന ഒരു പ്രവാചകനാണ് നഹൂം എന്ന്. എലിയ പ്രവാചകനെ കുറിച്ച് പറയുമല്ലോ, ആമേൻ, എലിയ പ്രവാചകൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് പോലെ ഈ ആന്റി വന്ന് കയറി ഈ ഭിത്തിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങളോട് സുവിശേഷം പറയാൻ ഇടയിൽ തീർന്നിട്ട് പറഞ്ഞു, ഈ മധ്യസ്ഥന്മാരൊന്നുമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്, യേശു എന്ന ഏക മധ്യസ്ഥനേ ഉള്ളൂ. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ യേശു ക്രിസ്തു അല്ലാതെ ഒരു മധ്യസ്ഥന് നമുക്കില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം ഈ ആന്റിയോട് തോന്നുന്നു. കാര്യം എന്റെ മമ്മി തിരിച്ചൊന്നും പറയത്തില്ല, എന്റെ നാത്തൂൻ ഒന്നും പറയത്തില്ല, ഒരു വെറും പാവമാണ്. അപ്പം ഇവര് രണ്ടുപേരും ഈ ആന്റിമാരോട് ഒന്നും പറയുന്നില്ല. എനിക്ക് അല്പമായ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സൺഡേ സ്കൂളിലും VBS-ലും ഒക്കെ പഠിപ്പിച്ച ആ മധ്യസ്ഥന്മാരെ കുറിച്ചൊക്കെയുള്ള അല്പമായ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇവര് പറയുന്നതിനനുസരിച്ച് ഞാൻ ഈ മധ്യസ്ഥന്മാരെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. അവർ എന്ത് പറയുന്നു അപ്പോഴെല്ലാം തിരിച്ചു പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ചു നേരം ഈ ആന്റി എന്റെ മുഖത്തോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞു, പോകാറായി, ഒരുപാട് സമയമായി ഇവർ വന്നിട്ട്, ഒരു മണിക്കൂറോളമായി. ഇവരന്നേരം എന്നോട് പറഞ്ഞു, ഇവരാരും ഇറങ്ങുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ ഇതിനകത്തുനിന്ന് പുറത്തു വരും, നിന്നെ ഇതിനകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും, നീ കർത്താവിന്റെ വേദിക്കുള്ളവല്ല. നീ ഒരു വ്യക്തിയെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തിയെ പോലെ നീ TV മിനിസ്ട്രി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരെ പരിഹാസത്തോടെ പുച്ഛത്തോടെ, നമ്മൾ പുച്ഛത്തോടെ പറയുമല്ലോ, കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കാണാം കാണാം എന്ന് പറഞ്ഞ് ഇവരെ വളരെ നിന്നയോടെ ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. വളരെ പ്രയാസത്തോടെ ആയിരിക്കും പോയത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആ സഹോദരി എന്നോട് സുവിശേഷം പറഞ്ഞ നാള് മുതൽ അവർ എനിക്ക് വേണ്ടി ജാഗരിച്ച് കാണാമായിരിക്കാം. ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അവരെന്നോട് പറഞ്ഞു, അല്പനാളുകൾ കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു കുത്താണ്. എനിക്ക് എന്ത് വന്നറിയത്തില്ല. എനിക്ക് പലവിധമായ ആ സമയങ്ങളിൽ ഭവനത്തിൽ വെറുതെ ഇരിക്കുന്ന ഭാരങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഹൃദയത്തിലൊരു ഭാരം. ഞാൻ ഈ പോകുന്ന പള്ളിയിലൊന്നും എനിക്ക് ആ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ഒരു സുഹൃത്ത്, അവള് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് അവള് വിശ്വാസത്തിൽ വന്നൊരു കുട്ടിയാണ്. അവൾ എന്നോട് പലപ്പോഴായി പറയാൻ ഇടയായി തീർന്നു, എടി നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസനുണ്ട്, അവിടെ ഒരു ദൈവസഭയുണ്ട്, അവിടെ മതം മാറാൻ പറയത്തില്ല, അവിടെ നീ പള്ളി തന്നെ നിന്നെ അങ്ങോട്ട് മാറ്റാൻ അവർ പറയത്തില്ല, നീ ഒന്ന് വന്ന് നോക്കിക്കേ, നീ ഒരു ദിവസം ഒന്ന് വന്നേ എന്ന് ഇവള് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ ഇടയായിരുന്നു. പക്ഷെ ഇവളോട് എന്നെ കുറിച്ച് എനിക്ക് പറയാൻ വയ്യ, എനിക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് പറയാൻ വയ്യ. കാര്യം ഞങ്ങളങ്ങ് വലിയ ആൾക്കാരെ പോലെ ഇരിക്കുമല്ലേ ഓർത്തഡോക്സുകാരെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇവൾ അറിയാതെ ഒരു ദിവസം ഈ സഭയിൽ ഒന്ന് പോകണം. ഈ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത, അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് പോയേക്കാം. ഇവൾ അറിയാതെ ഒരു ദിവസം ചെല്ലാൻ എനിക്ക്
താല്പര്യപ്പെട്ടു. അങ്ങനെ 2010 ഡിസംബർ 26 ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം എനിക്ക് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ തോന്നിയില്ല. എന്റെ ഒരു കസിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അന്നത്തെ ദിവസം തന്നെ ഈ പറഞ്ഞ ഈ കൊട്ടാരക്കരയിൽ എനിക്ക് കടന്നു പോകാൻ എനിക്ക് തോന്നി. നമുക്കൊക്കെ ആ സ്ഥലം അറിയാവുന്നത് കൊണ്ട് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതെന്താണെന്ന് കാണാനും ഈ രീതി എന്താണ്, ജനിച്ചു വളർന്നത് ഈ ഒരു ഓർത്തഡോക്സിലായതുകൊണ്ട് ഇവരുടെ രീതികളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ചെല്ലാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഏകദേശം ഒരു 12,000 പേരെങ്കിലും കാണും. 2010 കാര്യമാണ് പറഞ്ഞത്. അന്ന് ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇരുന്നപ്പോൾ ചിലര് തുള്ളിച്ചാടി ആരാധിക്കുന്നു, ചിലര് മാവിട്ട് കരയുന്നു, ചിലർ എന്തെന്നില്ലാതെ ഒരു അന്തരീക്ഷമാണ് എനിക്കന്ന് അവിടെ തോന്നിയത്. പക്ഷെ ഞാൻ അവിടെ അവരെ പരീക്ഷിക്കാൻ ചെന്നുവെങ്കിൽ എന്റെ ദൈവത്തിന്റെ മഹാസ്നേഹത്താലും കൃപയാലും അന്ന് 2010 ഡിസംബർ 26 ഇതിനകത്ത് കാലുകുത്തിയതാണ്. ഇന്നയോളം എന്റെ ദൈവം എന്നെ ഇതിനകത്ത് നിർത്ത വൻകൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അന്ന് കാണാനും പരീക്ഷിക്കാനും പോയ എന്നെ ദൈവം അതിനകത്ത് നിർത്തി. ഇതാണ് യഥാർത്ഥ സത്യതയും ആരാധനയും എനിക്ക് മനസ്സിലായി. കാര്യം കരച്ചിൽ വരുമ്പോൾ ഉറക്കക്കാരെയാം. പള്ളിയിലാണെങ്കിൽ ഉറക്കക്കാരി ഞാൻ പറയും അവന് ഭ്രാന്താണെന്ന് പറയും, അല്ലെ അവൻ എന്തെങ്കിലും അസുഖമാണെന്ന് പറയും. നമുക്ക് ആരാധിക്കണമെന്ന് തോന്നിയ ഉറക്കെ അവിടെ ഹല്ലേലൂയ പറയാം. നമ്മളെ കുറിച്ച് നമ്മുടെ ടെസ്റ്റ് മണിയാണ് ദൈവദാസൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നെങ്കിൽ ദൈവവചനം നമ്മളോട് സംസാരിച്ച ചാടി എഴുന്നേറ്റത് എന്നോടാണെന്ന് പറഞ്ഞ് പിടിക്കാം. പക്ഷെ പള്ളിയിൽ അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മളെ പിറ്റേ ദിവസം നമുക്ക് എവിടെ ഇരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ ആരാധനയ്ക്ക് പോയി. എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്റെ ആരാധനയ്ക്ക് ചെന്നതിന് ശേഷം എനിക്ക് ആദ്യം എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്ത വിടുതൽ ഡിസംബർ 2010 ഡിസംബർ 26 ആദ്യമായി ചെയ്തത്. 2011 എനിക്ക് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യം ഒരു ജോലിയായിരുന്നു. പഠനം കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ജോലിയാണ്. 2011 ഫെബ്രുവരി മാസം 7-ാം തീയതി എനിക്ക് ഒരു നല്ല ജോലി കിട്ടുവാൻ ഇടയായി തീർന്നു. എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ജോലി. എന്നെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതയൊന്നും ഇല്ലെങ്കിലും എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി ആ ദേശത്ത് തന്നെ കിട്ടുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ആലയത്തിൽ പോയിട്ട് 1 മന്ത് ആകുന്നതേ ഉള്ളൂ. അപ്പൊ ആ ജോലിയിൽ എനിക്ക് സന്തോഷം. എനിക്ക് പോകാനും വരുവാനും ഒക്കെയുള്ള എനിക്ക് ബസ്സിന് കൊടുക്കുവാനുള്ളത്, അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച ഇടാനുള്ളത്, ദശാംശം കൊടുക്കാനുള്ളതെല്ലാം എനിക്ക് മറ്റൊരാളോട് ആശ്രയിക്കാതെ തന്നെ എനിക്ക് കിട്ടുവാൻ ഇടയായി തീർന്നു. പക്ഷെ ഞാനിങ്ങനെ പോകുമെങ്കിലും എന്റെ മമ്മിക്ക് അറിയാം, എന്റെ നാത്തൂനറിയാം. പക്ഷെ എനിക്ക് എന്റെ പപ്പയോടോ എന്റെ ആങ്ങളയോടോ പറയാൻ എനിക്ക് ഭയമായിരുന്നു. പപ്പ വീക്കെൻഡിലാണ് വരുന്നത്. പപ്പയ്ക്ക് ഒരു ചെറിയ ജോലി കൊല്ലത്തുണ്ടായിരുന്നു. അപ്പൊ വീക്കെൻഡിൽ വരുമ്പോൾ പപ്പ മിക്കവാറും സൺഡേയിൽ പള്ളിയിലൊന്നും പോകാറില്ല. ഞാൻ ആദ്യമൊക്കെ ഇവരോടൊക്കെ പറഞ്ഞിരുന്നത് കൂട്ടുകാരിമാരുടെ കല്യാണമാണ്. കാരണം എല്ലാവരും കല്യാണം കഴിക്കുന്ന ഒരു ടൈമാണ് അന്നേരം. കൂട്ടുകാരികളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയറി താമസമാണ്, ഹൗസ് വാമിംഗ് ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകാൻ ഇടയായിരുന്നു. അപ്പോൾ എന്നെ പള്ളിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന ദേശം മമ്മിയുടെ ദേശമാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു പരിമല നേർച്ചയുള്ള ഒരു പള്ളിയുണ്ട്. അത് ഇവരുടെ കുടുംബ പള്ളിയാണ്. അവിടെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. ഞങ്ങൾ പോകുന്ന സ്വന്തം പള്ളി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് 5-6 കിലോമീറ്റർ അപ്പുറത്ത് എളമ്പൽ എന്ന് പറയുന്ന ദേശത്താണ്. അവിടുത്തെ പള്ളിയിൽ ഞാൻ പോകാറുണ്ട്. അപ്പൊ ഈ 2 പള്ളിയിൽ മാറിയും തിരിഞ്ഞ് പോകുന്നുണ്ട്. ഒരു പള്ളിയിൽ അന്വേഷിച്ച് കണ്ടില്ലെങ്കിൽ അടുത്ത പള്ളിയിലുണ്ടെന്ന് ഇവർക്ക് പറയാം. ഈ പള്ളിയിൽ എന്നെ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ മറ്റേ പള്ളിയിലുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഞാൻ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ പോകുന്ന വേർപെട്ട ആരാധനയിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു സൺഡേ പോലും മുടങ്ങാതെ ഞാൻ ഈ വേർപെട്ട ആരാധനയിലേക്ക് പോകാനിടയെ തീർന്നു. എനിക്ക് എന്റെ പിതാവിനെയൊക്കെ ആ സമയത്ത് പേടിയായിരുന്നു. പിതാവ് അറിഞ്ഞാൽ എന്താവും. പക്ഷെ പിതാവ് അറിഞ്ഞപ്പോൾ എന്നെ ഭാരപ്പെടുത്തിയത് ഒന്നുമില്ല. പിതാവും കൂടി എനിക്ക് സ്തോത്ര കാഴ്ച തന്നു വിടാനിടയായി തീർന്നു. പള്ളിയിൽ പോകുമല്ലേ, ഇത്രയും ദൂരം പോകുമല്ലേ എന്ന് പറഞ്ഞ പിതാവും കൂടി എനിക്ക് എല്ലാ ആഴ്ചയും 50 രൂപ വെച്ച് തരും. അത് മതി, നമുക്ക് അത്രയും ദൂരം പോയി വരാൻ അത് ധാരാളം മതി. സ്തോത്ര കാഴ്ച ഇടാനും ബസ്സിന് കൊടുക്കുവാനും ഒക്കെ അത് മതിയായിരുന്നു. ദൈവത്തിന് മഹത്വം, ദൈവനാമ മഹത്വത്തിനാക്കി ഇതൊക്കെ പറഞ്ഞുകൊള്ളട്ടെ. എന്നെ പോലെ ഏകിയായ വിശ്വാസത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും പൈതങ്ങൾ ഉണ്ടെങ്കിൽ, വിവാഹത്തിന് മുമ്പ് നിൽക്കുന്ന ഏതെങ്കിലും യൗവനക്കാർത്തികൾ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവമാണ് നമ്മളെ കണ്ടതെങ്കിൽ ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന ദാവീദിനെയാണ് ദൈവം കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന മതിയെന്നേ. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, ഞാനൊരു സ്റ്റെപ്പ് 2010 ഡിസംബർ 26 വെക്കാൻ തയ്യാറായത് കൊണ്ടാണ് ദൈവം പ്രവർത്തിച്ചത്. ഞാൻ ഒരിക്കലും ഇറങ്ങിയില്ലെങ്കിൽ ഇന്നും ഞാൻ ആ പാരമ്പര്യത്തിൽ കിടന്നേനെ. എന്നെ കൂടെ ആരെങ്കിലും വരുമോ, ആരെങ്കിലും കാണുമോ, എന്നെ വഴക്ക് പറയുമോ എന്ന് ചിന്തിച്ച് ഞാൻ പേടിച്ചിരുന്നില്ല. ഞാൻ ആ ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായത് കൊണ്ടാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചത്. ഇത് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിനുശേഷം ഏതൊരു യൗവനക്കാരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞ വിവാഹത്തെ കുറിച്ചാണ്. എനിക്ക് നല്ല ജോലിയായി വിവാഹത്തെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അവിടെയുള്ള ദേവദാസനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് അത്രയും ജനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ദേവദാസനോട് ഒരിക്കലും ഞാൻ പ്രാർത്ഥന വിഷയം പോലെ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഒരു വിശ്വാസി വിവാഹം കഴിക്കാൻ ഒക്കത്തില്ല. കാരണം എന്റെ വീട്ടില് പുരോഹിതന്മാർ അങ്ങനെയൊക്കെയുള്ള എന്റെ പപ്പയുടെ കസിൻസ് ഒക്കെ പുരോഹിതന്മാരുണ്ട്. ഞങ്ങളുടെ പപ്പയുടെ കുടുംബത്തിലൊക്കെ എല്ലാം നല്ല വലിയ നിലയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ഒരു ബന്ധക്കോസ്ത് പാരമ്പര്യത്തിൽ പോകാൻ ഒക്കത്തില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു തോന്നേ ഉള്ളായിരുന്നു, ഈ വിവാഹ ശേഷമായാലും ഒരുമിച്ച് വിശ്വാസത്തിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരിക്കും എനിക്ക് വിവാഹാലോചന വന്നു. ആമേൻ. എന്റെ വിവാഹം നടന്നു 2011 ഡിസംബർ 28 വർദ്ധമ ചർച്ചിൽ വെച്ചാണ് എന്റെ വിവാഹം നടന്നത്, റാന്നി എന്ന പ്രദേശത്ത്. ആമേൻ. എനിക്ക് വേണ്ടി തമ്പുരാൻ ഒരു മകനെ ഒരുക്കിയിരുന്നു. ആമേൻ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ 2010 സ്നാനപ്പെട്ടത്. അതിലും ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഡൽഹിയിൽ സ്നാനപ്പെട്ട് IPC ചർച്ചിൽ കൂടുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു. തന്റെ മാതാവിന്റെ സഹോദരിയുടെ കൂടെ ആമേൻ ദീർഘനാളുകൾ ഡൽഹിയിലായിരുന്നപ്പോൾ തന്റെ മാതാവിന്റെ സഹോദരി അവിടെ ഒരു IPC ചർച്ചിൽ കൂടുന്ന ഒരു ആന്റി ആയിരുന്നു, മാതാവായിരുന്നു. അവരുടെ കൂടെ ആരാധനയ്ക്ക് പോവുകയും അവിടെ വെച്ച് ഗാസിയാബാദിൽ വെച്ച് സ്നാനപ്പെടുകയും അവിടെ വെച്ച് ദൈവത്തെ അറിയുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവൻ. പക്ഷെ നാട്ടിൽ സഹോദരിമാര് കത്തോലിക്കയിലും ആമേൻ പിതാവും മാതാവും മർത്തോമയിലും ആയത് കാരണത്താൽ അദ്ദേഹത്തിന് നാട്ടിൽ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. കാര്യം സഹോദരിമാരെയും മാതാപിതാക്കളെയും ഒക്കെ പിണക്കാൻ പറ്റത്തില്ല. എന്നാലും അദ്ദേഹം വേർപെട്ട ആരാധനയിലാണ് നാട്ടിൽ വരുമ്പോൾ കൂടിക്കൊണ്ടത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. 2011 ഡിസംബർ 28 അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. ഒരു ബന്ധക്കോസ്ത് രീതിയിൽ നടന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ ആമേൻ ഞങ്ങളുടെ വിവാഹം നടക്കാനിടയായി തീർന്നു. വിവാഹം 28 നടന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ന്യൂ ഇയർ സർവീസ് ആണ് 2010 ന്യൂ ഇയർ സർവീസ് നടക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ന്യൂ ഇയർ സർവീസിന് വേർപെട്ട ആരാധനയിൽ കൂടിയതാണ്. ഇന്നയോളം 2024 ഈ മാർച്ച് മാസം ഈ 20-ാം തീയതി വരെയും ആ സത്യദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പിന്നീട് ഒരു വേർപെട്ട ഒരു പാരമ്പര്യങ്ങളിലേക്ക് പോകുവാൻ ദൈവം അനുവദിച്ചിട്ട്. കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ശക്തമായി എന്റെ പ്രിയപ്പെട്ടവൻ കൂടെ ഉണ്ടല്ലോ, പ്രിയപ്പെട്ടവന്റെ കൂടെ ഞാനും ഉണ്ടല്ലോ. പിന്നെ നമ്മളെ ആരെ എതിർത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് പോകാമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. വിവാഹം കഴിഞ്ഞു, വളരെ സന്തോഷകരമായി വിവാഹം നടന്നു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി. ഇതിനിടയിൽ വെച്ച് ഞാൻ എന്റെ സ്നാനത്തെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി. 2011 ഓഗസ്റ്റ് മാസം ഒരു ദിവസം അന്ന് അവിടെ ദേവദാസ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്നാനത്തെ കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് സ്നാനപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആമേൻ ഒരു കാന്തത്തോട് ചേരുന്നത് പോലെ ഞാൻ സഡൻ ആയിട്ട്, അദ്ദേഹം അത് പറഞ്ഞു തീർന്നെന്ന് പോലും അറിയത്തില്ല, അത്രയും പേര് കൂടുന്ന ആലയത്തില് ഞാൻ ചാടി എഴുന്നേക്കാൻ ഇടയായി തീർന്നു. 2011 ഓഗസ്റ്റില് ആമേൻ ഈ സ്നാനത്തെ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും സ്നാനപ്പെടത്തില്ല. കാര്യം ഈ ഓർണമെന്റ്സ് ഒന്നും ഊരാൻ നമുക്ക് മനസ്സിലായിരുന്നു. സ്നാനം വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിച്ച് നടന്നൊരു വ്യക്തി ജീവിതമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് സ്നാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സഭാരാധനയ്ക്കിടയിൽ ചാടി എഴുന്നേൽക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസം അതിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുവാനും 2011 സെപ്റ്റംബർ 2 ഞാൻ സ്നാനപ്പെടാനായിട്ട് ഞാൻ ആ ദൈവസഭയിൽ, കൊട്ടാരക്കര ദൈവസഭയിലേക്ക് കടന്നു ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഭാരപ്പെടുത്തിയ ഒരു കാഴ്ച എന്ന് പറയുവാൻ 42 പേരോട് സ്നാനപ്പെടാൻ അവിടെ ഉണ്ട്. എല്ലാവരുടെയും കൂടെ അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ അവരുടെ ഫ്രണ്ട്സോ ഉണ്ട്. എന്റെ കൂടെ മാത്രം ആരും വന്നിട്ടില്ല. ഒരു ബാഗ് പിടിക്കുവാനോ അല്ലെങ്കിൽ ഒരു കൈത്താങ് തരുവാനോ ഒന്നിനും എന്റെ കൂടെ ആരുമില്ല. ആ ഒരു കാര്യം എന്നെ ഭാരപ്പെടുത്തി. കർത്താവേ, എന്റെ കൂടെ മാത്രം ആരുമില്ല സ്നാനത്തിന്. കാര്യം വീട്ടിൽ എന്റെ മാതാവിനോട് എന്റെ നാത്തൂനായിരിക്കുന്ന എന്റെ ചേച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. ഞാൻ അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സ്നാനപ്പെട്ടു. ഞാൻ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തിയുടെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ സ്നാനം കഴിഞ്ഞ് ഞാൻ കയറിയപ്പോൾ സ്നാനപ്പെട്ടവരെല്ലാം ദൈവദാസന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാൻ ദൂരെ മാറി നിന്നു. കാര്യം വലിയ ദൈവസഭ, വലിയ ദൈവദാസൻ, അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പോകണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാൻ മാറി നിന്നപ്പോൾ ആ ദൈവദാസൻ ദൂരെ നിന്ന് സ്റ്റേജിന്റെ അടുത്ത് നിന്ന് എന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അന്നേരം വിചാരിച്ചു ഒരിക്കലും എന്നെ വിളിക്കത്തില്ല, അദ്ദേഹം വലിയ ആളല്ല, എന്നെ ഒന്നും ഒരിക്കലും വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ എന്റെ ഷോളിന്റെ കളർ പറയാൻ ഇടയായി തീർന്നു. ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ഒരു ബാഗിൽ വെച്ചിട്ട് ബാഗിൽ ഇരുന്ന ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. കാരണം ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. വഴിയരികിൽ വെച്ച് കാണാൻ ആരെങ്കിലും ചിന്തിച്ചാൽ ഇവിടെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് അല്ലല്ലോ ഈ തിരിച്ചിട്ടുകൊണ്ട് വരുന്നത് എന്ന് ചിന്തിച്ചാലൊന്ന് പേടിച്ച് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് തന്നെയാണ് ഞാൻ തിരിച്ചിട്ടുണ്ട് പോകുന്നത്. ബാഗിൽ ഇരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ്
ജോർദാനിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. ഇദ്ദേഹം എന്റെ ഷോളിന്റെ കളർ പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന ഒരു സഹോദരനോട് പറഞ്ഞു, ഇന്ന വ്യക്തി ജീവിതത്തെ ഫ്രണ്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം പുറകിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരി, നിന്നെ സ്നാനപ്പെടുത്തിയപ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിക്കാൻ ഇടയായി തീർന്നു. നീ കർത്താവിന്റെ വേലയ്ക്കുള്ളവളാണ്, നീ സുവിശേഷ വേല ചെയ്യുമെന്ന് പറയാൻ ഇടയായി തീർന്നു. എനിക്ക് ആ സമയത്ത് കരയണോ ചിരിക്കണോ? കാര്യം ഒറ്റയ്ക്ക് വന്ന ആ വേദന, ഞാൻ മാത്രം ഒറ്റയ്ക്കേ ഉള്ളല്ലോ കർത്താവെ വേദനിച്ച് നിന്നപ്പോൾ വലിയൊരു സമാധാനം എന്റെ ഉള്ളിൽ കയറിയിട്ട് ചോദിച്ചു. മനസ്സിൽ ഞാൻ പറഞ്ഞു, സുവിശേഷ വേല എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ആത്മാക്കളെ നേടുവാന്ന് പറഞ്ഞ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് മുതൽ ഈ ഒരു വിഷയത്തെ ഓർത്ത് ഞാൻ ജാഗരിക്കാൻ ഇടയായി തീർന്നു. എനിക്കും സുവിശേഷ വേല ചെയ്യണം എന്നും പ്രാർത്ഥിക്കും. എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എനിക്ക് ആത്മാക്കളെ നേടണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷമാണ് വിവാഹം നടന്നതുമൊക്കെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയാണ്. ജോലിയോടനുബന്ധിച്ച് വിട്ട് ഞങ്ങൾ മറ്റേ ഫ്ലാറ്റിലൊക്കെയും താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺതലമുറ ഉണ്ടായി. അവളുടെ പേര് പറഞ്ഞില്ല, സ്തുതി എന്നാണ് അവളുടെ പേര്. ഇന്ന് അവൾ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുഞ്ഞായതിനു ശേഷം ജോലിക്കൊന്നും പോകാൻ ഇടയായി തീർന്നില്ല. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ ഏത് ജോലിക്ക് പോയാലും അദ്ദേഹം 1 വർഷമേ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ 1.5 വർഷം, കൂടിപ്പോയാൽ 2 വർഷം. അതിനപ്പുറത്ത് അദ്ദേഹം ഒരു ജോലിയിൽ നിൽക്കത്തില്ല. ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനും തികയാത്ത സാഹചര്യം. ഒരു കുഞ്ഞുണ്ട്, ഞങ്ങൾ പലപ്പോഴും നിന്നയാണ്, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങൾ നിന്നയാണ്. കുറച്ച് ദിവസം ഞങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കും, കുറച്ച് ദിവസം പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ താമസിക്കും. ഇങ്ങനെ റാന്നി ടു പുനലൂർ, പുനലൂർ ടു റാന്നി എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്രയാ. കാര്യം 1 വർഷം ഉണ്ടെങ്കിൽ പകുതി മാസങ്ങളും ജോലിയില്ല, സാലറി ഇല്ല. ഈ പൊടിക്കുഞ്ഞിന്റെ കാര്യങ്ങൾ എങ്ങനെ നടത്തും? പക്ഷെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഒരു സമാരാധന മുടക്കാതെ ഞങ്ങൾ ഈ റാന്നിയിൽ നിന്ന് തന്നെ കൊട്ടാരക്കരയ്ക്ക് പോവുകയും വരികയും ചെയ്യും. ഞങ്ങൾക്ക് ബസ്സിന് കൊടുക്കാൻ പൈസയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ആരാധന മുടക്കത്തില്ല. വളരെ തീഷ്ണതയോടെ ഞങ്ങൾ ആരാധനയ്ക്ക് പോവുകയും. കാര്യം അന്ന് ഞങ്ങൾക്ക് മറ്റെവിടെയും പോകണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആരാധന വേറെ എവിടെയും കൂടാൻ അറിയത്തില്ല. റാന്നിയിലേക്ക് വന്നെങ്കിലും ഈ ജോലി എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് മറ്റൊരു ആരാധനയ്ക്ക് പോകാനൊരു താല്പര്യമൊന്നും ഞങ്ങൾക്ക് വരാത്ത സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങള് ഒരു നാരങ്ങ വെള്ളം മേടിക്കുവാണ്. ഞങ്ങൾ വഴി ഇത്രയും ദൂരം യാത്ര ചെയ്യുകയല്ലേ, ഒരു വെള്ളം മേടിക്കും. ഞങ്ങൾ 3 പേരും കൂടി അത് കുടിക്കും. ഈ പൊടിക്കുഞ്ഞിന് അത് കുടിക്കും. അവൾക്കന്ന് 2 വയസ്സ് പ്രായമൊക്കെയാണ്. അവൾക്കും കൊടുക്കും, പ്രിയപ്പെട്ടവനും കുടിക്കും, ഞാനും കുടിക്കും. എന്നാൽ ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ പലപ്പോഴും ജോലിയുമുണ്ട്, ഒന്നിനും തികയാത്ത സാഹചര്യങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ വലയുന്ന ഒരു സാഹചര്യങ്ങൾ വളരെ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2015 എന്റെ ശരീരത്തിൽ ഒരു വലിയ ഒരു പ്രയാസം നേരിട്ടു. ഒരു 18 ദിവസത്തോളം അടുപ്പിച്ച് എനിക്ക് വലിയൊരു ബ്ലീഡിങ്ങിന്റെ രോഗമുണ്ടായി. അത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല, സ്കാൻ ചെയ്താൽ തെളിയുന്നില്ല, എന്തുവാ രോഗമെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അങ്ങനെ 18ാമത്തെ ദിവസം സ്കാൻ ചെയ്തപ്പോൾ അത് തെളിഞ്ഞു. അത് ഞാൻ ട്യൂബിനകത്ത് എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. എന്നെ സ്കാനിങ് സെന്ററിൽ നിന്ന് തന്നെ വീൽ ചെയറിൽ നിന്ന് ഇനി ഒരു സെക്കൻഡ് നിങ്ങൾ എങ്ങോട്ട് നിങ്ങളെ യാത്രയാക്കത്തില്ലെന്ന് പറഞ്ഞ് സ്കാനിങ് സെന്ററിനകത്ത് തന്നെ വെച്ച് എന്നെ വീൽ ചെയറിൽ കയറ്റി നേരെ എന്നെ സർജറി റൂമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്റെ ജീവന് പോലും അത് ആപത്തായി. 18 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ ബ്ലീഡിങ് നിങ്ങൾ എങ്ങനെ സഹിച്ചു? നിങ്ങളുടെ ജീവന് പോലും ആപത്താണെന്ന് പറഞ്ഞ് 2015 എന്റെ കുഞ്ഞിനെന്ന് 3 വയസ്സുള്ള അംഗനവാടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആ ഹോസ്പിറ്റലിൽ, റാന്നി മർത്തമ ഹോസ്പിറ്റൽ എന്ന് പറയും, അവിടേക്ക് എന്നെ സർജറി റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അതെന്നെ സർജറി ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ട്യൂബ് കട്ട് ചെയ്ത് കളയുവാൻ ഇടയായി തീർന്നു. കാരണം ഞങ്ങൾക്ക് വാഗ്ദത്തമുണ്ട് പിന്നെയും തലമുറ ഉണ്ടാകുമെന്ന്. പക്ഷെ ഒരു ട്യൂബ് കട്ട് ചെയ്ത് കളയാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാം, 2 ട്യൂബാണ് വേണ്ടത്. അതിലെ ഒരു ട്യൂബ് കട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. പക്ഷെ അതിനകത്ത് ഞങ്ങൾ വളരെ നിരാശയും വേദനയും ഒക്കെ കാലഘട്ടം. കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വിശ്വാസം നിൽക്കുന്നത്. കുഞ്ഞിനെ മാമോദിസ മുക്കണമെന്ന് പലരും അതിനെ ചൊല്ലി പ്രശ്നമുണ്ടാക്കിയപ്പോൾ മാമോദിസ പോലെ മുക്കാതെ അവളെ ദൈവസഭയെ പ്രതിഷ്ഠിച്ച് അവളെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ ഒരു ശോധന വന്നത്. അടുത്ത ഒരു തലമുറ ഉണ്ടാകുവാൻ അത് തടസ്സമാണല്ലോ എന്നൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവം 2015 അങ്ങനെ ഒരു ശോധനയിലൂടെ ഒക്കെയും കടന്നുപോയി. 2017 മറ്റൊരു ശോധന ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പലപ്പോഴും ഞങ്ങളുടെ ഭവനങ്ങൾ ഞങ്ങൾക്ക് എതിരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2017 എന്റെ പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഒരു സാഹചര്യം വന്നു. 2017 ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മെയ് മാസം 23-ാം തീയതി രാത്രികാലം ഭവനത്തിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എങ്ങോട്ട് പോകണം? അബ്രഹാമിനെ പോലെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അബ്രഹാമിനോട് ചോദിച്ചാൽ എവിടാ പോകുന്നത്? കാണിപ്പാനിരിക്കുന്ന ദേശമെന്ന് അബ്രഹാമിന് പറയാനുള്ളൂ. എങ്ങോട്ട് പോകണമെന്നറിയാതെ അർദ്ധരാത്രിയിൽ എങ്ങോട്ട് പോകണം ഞങ്ങൾ ചിന്തിച്ച് ഞങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാനും പ്രിയപ്പെട്ടവരും കൂടി ആ റൂമിനകത്ത് കയറി. അർദ്ധരാത്രിക്ക് ഇറങ്ങാൻ ഒക്കത്തില്ലല്ലോ. പ്രഭാതത്തിൽ മറിയ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞതുപോലെ ഒരു 5:30 മണിയായപ്പോൾ ഒരു ചെറിയ
ടൂ വീലർ എന്റെ പ്രിയപ്പെട്ടവന്റെ കാര്യങ്ങൾ. അന്നേരം റാന്നി ഇടമുറി എന്ന് പറയുന്ന ദേശത്ത് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് എന്റെ പ്രിയപ്പെട്ട ജോലി ചെയ്യുന്ന സമയമാണ്. എല്ലാ ജോലിയും കുറച്ച് നാളേ ഉള്ളൂ, അടുത്ത ജോലി അന്നേരം അടുത്ത സ്ഥലത്ത് കിട്ടും. അങ്ങനെ ഇരിക്കുകയാണ് ഇടമുറി എന്ന് പറയുന്ന ദേശത്ത് ഒരു ജോലി കിട്ടിയിട്ട് കുറച്ചു നാളായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് 2017 ഈ മെയ് മാസത്തിലെ ഈ സംഭവം. വെളുപ്പിനെ ഞങ്ങൾ ഇറങ്ങിയാണ്, എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. ഞങ്ങൾ ഒരു 5:30 മണിക്ക് ഞാനും പ്രിയപ്പെട്ടവനും കുഞ്ഞും കൂടി ആ ടൂ വീലർ വാഹനത്തിൽ കയറി. നേരം വെളുത്തിട്ടില്ല, ഈ ഇടമുറിയിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ആരെ കാണാനാന്ന് അറിയത്തില്ല, ആരോട് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഞങ്ങളെ ഇടമുറി ദേശത്തിലേക്ക് ചെന്നിട്ട് പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്റ്റേഷനറി കടയുണ്ട്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒന്ന് ചോദിക്കുക, ഇവിടെ എവിടെയെങ്കിലും ഒരു വാടക വീട് ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അത് എപ്പോഴാണെന്ന് ഓർക്കണം. ഒരു വാടക വീട് അന്വേഷിക്കാൻ പോകുന്നത് വെളുപ്പിനെ 5:30. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വെളുപ്പിനെ പോവുകയാണ്. അവിടെ ചെന്ന് ഈ വിശ്വാസിയായ ആ അങ്കിളിന്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുകയാണ്. വെളുപ്പിനെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ പ്രഭാത പ്രാർത്ഥന നടക്കുന്ന സമയമായിട്ടേ ഉള്ളൂ. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ചെന്ന് ഫോൺ ചെയ്തു, അദ്ദേഹം ഇറങ്ങി വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ഇറങ്ങി വന്ന് ഞങ്ങൾ വീട്ടിൽ നടന്ന സമസ്ത കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് വിവരിക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പുറത്ത് നോർത്ത് ഇന്ത്യൻ ബംഗാളികൾക്ക് വേണ്ടി പണിയുന്ന 2 റൂമുണ്ട്, പക്ഷെ അതിന്റെ പണി പൂർത്തീകരിച്ചില്ല. അത് നിങ്ങൾക്ക് താമസിക്കാൻ കൊള്ളാമോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ പറ്റത്തില്ല, പണി പൂർത്തീകരിച്ചതുമില്ല. അത് മാത്രമല്ല അത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമില്ലായിരുന്നു. നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി പണിയുന്ന 2 റൂമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങളുടെ അപ്പച്ചന് വേണ്ടി പണിയുന്ന ഒരു റൂമുണ്ട്. ഇവരുടെ അപ്പച്ചൻ വാർദ്ധക്യം എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണ്ടി അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂം പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, ആ റൂം നിങ്ങൾ നോക്ക്, തൽക്കാലം അപ്പച്ചന് ഉള്ളത് തൽക്കാലത്തേക്ക് ഞങ്ങൾ കരുതിക്കൊള്ളാം, നിങ്ങൾ ആ റൂം നോക്കാൻ. അവരുടെ വീടിന്റെ അകത്തെയാണ്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞങ്ങൾ ഓക്കെയാണ്. അതിന് പണിയെല്ലാം ഏകദേശം 40% പൂർത്തീകരിച്ച ഒരു റൂമാണ്. ആമേൻ. അതിനകത്ത് ബാത്റൂമുണ്ട്, ബാത്റൂമിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചതാണ്. ഞങ്ങളോട് പറഞ്ഞു, ഇന്ന വാടക തരണം, ഇത്ര രൂപ വാടക, ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് 2 കിച്ചൺ ഉണ്ട്, അതിൽ ഒരു കിച്ചൺ നിങ്ങൾ എടുത്തുകൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ആ പ്രഭാതത്തിൽ എങ്ങോട്ടൊന്നില്ലാതെ ഞങ്ങൾ എറിഞ്ഞപ്പോൾ ആമേൻ, അബ്രഹാം ഇറങ്ങിയതുപോലെ ഇറങ്ങിയത് വലിയ ഒരു നന്മയ്ക്കായി. ആദ്യം ഞങ്ങൾക്ക് അതൊരു വേദനയായി തോന്നിയെങ്കിൽ മിസ്രൈമിൽ നിന്ന് പിടിച്ച് ഇറക്കിയതുപോലെയായിരുന്നു. മോശ വന്ന് തന്റെ ജനത്തെ പിടിച്ചിറക്കിയതുപോലെ ആ സമയത്ത്. കാര്യം ഞങ്ങൾ അവിടെ നിന്നെങ്കിൽ ഇന്നും ഞങ്ങൾ ആ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ ഞങ്ങൾ നിൽക്കുമെന്ന് പൂർണ്ണമായി എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഞങ്ങളെ ദൈവം പിടിച്ചിറക്കിയതാണ്. പക്ഷെ അതൊരു ശോധനയിലൂടെയാണ്. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം ആമേൻ 30-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദാവീദ് സിക്ലാഗിൽ എത്തിയപ്പോൾ ബലമില്ലാതാകുവോളം കരഞ്ഞെന്ന്. ആ ബലമില്ലാതാകുവോളം കരയുന്നത് ആ 30-ാം അധ്യായം തീരുന്നത് വരെ നിന്നില്ല. അതിന്റെ 18-ാം വാക്യത്തിലൊക്കെ എത്തിയപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദാവീദിന് മടക്കി കിട്ടിയെന്നൊരു വാക്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആ സിക്ലാഗ് നേരിട്ടപ്പോൾ, വേദന നേരിട്ടപ്പോൾ, ഭാരങ്ങൾ നേരിട്ടപ്പോൾ അത് അധിക നാൾ നീണ്ടു നിന്നില്ല. കർത്താവിന്റെ പദ്ധതിയായിരുന്നു ഞങ്ങളെ ആ സിക്ലാഗിലൂടെ കൊണ്ടുപോകണം എന്നുള്ളത്. കർത്താവ് ആ സിക്ലാഗ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെങ്കിൽ അത് ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തുവാൻ ദൈവം ഞങ്ങളെ ഇറക്കിയതാണെന്ന് പൂർണ്ണമായി ഞാൻ ദൈവജനത്തിനോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവജനത്തിന്റെ ഉറപ്പിന് വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയൊരു വേദന വന്നിട്ട് കർത്താവ് എനിക്ക് എന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. ഓരോരുത്തരെയും അതിന് ആമേൻ മുന്തിരി ഞെക്കി പിഴിയാതെ അതിനകത്ത് വൈനെടുക്കാൻ ഒക്കത്തില്ല. അങ്ങനെയെങ്കിൽ ചില സാഹചര്യങ്ങളൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആമേൻ, നമ്മൾ ചില ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് നല്ലതായി പുറത്തു വരാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അന്നതൊരു ശോധനയായിരുന്നു, അന്നൊരു വേദനയായിരുന്നു. കാര്യം വീട് വിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഏക മകനാണ്. ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എന്തായി തീരുമെന്നൊക്കെ ഒരു ചിന്ത. പക്ഷേ ഇന്നത് ഓർക്കുമ്പോൾ ഇവരുടെ എല്ലാം മുന്നിൽ മാനിക്കപ്പെടുവാൻ, സഹോദരങ്ങളുടെ മധ്യേ ആമേൻ, ബന്ധുജനങ്ങളുടെ മധ്യേ മാനിക്കപ്പെടുവാൻ തമ്പുരാൻ ഞങ്ങളെ മാനപാത്രമാക്കുവാൻ വേണ്ടി ഇറക്കിയതായിരുന്നു. ഇതിനിടെ ദൈവജനത്തിനോട് പറഞ്ഞുകൊള്ളട്ടെ, 2014 തോന്നുന്നു, 2014 ഞാനും എന്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞും കൂടി ഒരു ദേവദാസിയുടെയും കൂടെ ഞങ്ങളൊരു 12 മണിക്കൂർ പ്രയറിന് പോയി. ഞങ്ങളൊരു ഏകദേശം 11 മണി ആകാറായപ്പോഴാണ് ഞങ്ങൾ ആ പ്രയറിന് ചെല്ലുന്നത്. 2 മണിക്കൂർ ഓരോ ദേവദാസന്മാർ പ്രസംഗിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ഞങ്ങളെ ഒരു ദേവദാസിനെ ഇൻവൈറ്റ് ചെയ്തു ചെല്ലാം. അന്ന് ഞങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഇടമുറി പോകുന്നതിനൊക്കെ മുമ്പുള്ള കാര്യം. ഇടമുറി 2017 2014 ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ മീറ്റിംഗിൽ ചെന്നപ്പോൾ വന്ന ദേവദാസൻ ബൈബിൾ തുറക്കുന്നതിന് മുമ്പ് സ്റ്റേജിൽ കയറിയപ്പോഴേ എന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്തിരുന്ന ദേവദാസിനെ ഷർട്ടിന്റെ കളറും രൂപവും ഒക്കെ പറഞ്ഞിട്ട് ഇന്ന ദേവദാസൻ എന്ന് പറഞ്ഞു. അദ്ദേഹം കൈപൊക്കി എഴുന്നേക്കാൻ തുടങ്ങി പറഞ്ഞു, നിങ്ങളല്ല താങ്കളുടെ അപ്പുറത്തിരിക്കുന്ന ആണെന്ന് പറഞ്ഞു. അതെന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് ഇന്നപ്പോ പറഞ്ഞു, നിങ്ങൾക്കൊരു ശുശ്രൂഷയാണ്, നിങ്ങൾ ഏത് ജോലിയിൽ പോയാലും നിലനിൽക്കത്തില്ല, അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ശുശ്രൂഷയെ കുറിച്ച് മാത്രം അദ്ദേഹത്തിനോട് പറയാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവനോട് ഇരുന്നു. പിന്നെ അദ്ദേഹം
കുറിവാക്യം എടുക്കുകയും വചനം പറയാൻ തുടങ്ങുകയും ചെയ്തു. വചനം പറയാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോ തന്നെ ലേഡീസിന്റെ സൈഡിലോട്ട് വന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്തിരുന്ന ദേവദാസിന്റെ ഭാര്യ ആന്റി വിളിച്ച് അദ്ദേഹത്തിന് അവരുടെ സ്ക്രാപ്പിന്റെ കളറും വസ്ത്രത്തിന്റെ കളറും പറഞ്ഞു. ദേവദാസി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങളുടെ ഇപ്പുറത്തിരിക്കുന്ന ആൾ, അത് ഞാനായിരുന്നു, എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു. കറക്റ്റ് പ്രിയപ്പെട്ടവരെ വിളിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ എന്നെ വിളിച്ചത്. ഈ വന്ന ദേവദാസിനെ ഞങ്ങളെ അറിയത്തില്ല, ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ ഞങ്ങളെ അറിയത്തുള്ളൂ. അന്ന് അവിടെ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങൾ കടന്നു വന്നായിരുന്നു. ഞാൻ എഴുന്നേറ്റിരുന്നപ്പോൾ എന്നോടും ഇങ്ങനെ തന്നെ പറഞ്ഞു, നിനക്ക് ശുശ്രൂഷ കോളിംഗ് ആണുള്ളത്, നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട പൈതലാണ്. അങ്ങനെ ഒരുപാട് കോൾ പറയാൻ, ഒരുപാട് ദൂതുകൾ പറയാൻ ഇടയെ തന്നപ്പോൾ ഞങ്ങളെ അവിടെ ഇൻവൈറ്റ് ചെയ്ത ദേവദാസിനായ എൻട്രൻസിൽ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിരൽ ചൂണ്ടി ദൂത് പറഞ്ഞ ദേവദാസിനോട് പറഞ്ഞു, ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ദേവദാസൻ പറഞ്ഞു, എന്ത് ഇവര് ഹസ്ബൻഡും വൈഫും ആണോ? എനിക്ക് ഇവരെ അറിയത്തില്ല, ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന ആളല്ലേ, എങ്കിൽ നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കുഞ്ഞിന് 1.5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഞങ്ങളെ ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് കടന്ന സ്റ്റേജിൽ വന്ന എല്ലാ ദേവദാസന്മാരെയും വിളിച്ച് താഴെ ഇറക്കിയിട്ട് എല്ലാവർക്കും ഒരു വിവാഹം എങ്ങനെ നടക്കുമോ അതുപോലെ ഞങ്ങളെ നിർത്തി ഞങ്ങളെ ബ്ലസ് ചെയ്യാൻ ഇടയായി തീർന്നു. 2011 ഞങ്ങളുടെ വിവാഹം മർത്തോമേൽ വെച്ച് നടന്നെങ്കിലും 2014 അഭിഷിക്തന്മാരുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അഭിഷിക്തന്മാരുടെ മധ്യത്തിൽ വെച്ച് ഒരു വിവാഹം നടക്കുന്നത് പോലെ ഞങ്ങളെ ബ്ലസ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. ആമേൻ. അതിനെല്ലാം ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 2017 വീട് മാറിയ കാര്യം ഞാൻ പറയാനിടയായി തീർന്നല്ലോ. ഇടമുറി എന്ന ദേശത്ത് വന്നപ്പോൾ എന്നെ വീട്ടിനകത്ത് ഒരു 2 മാസം തികച്ചായില്ല. വീടിനകത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രിയപ്പെട്ടവൻ ജോലിയും നഷ്ടപ്പെട്ടു, ഈ ഇടമുറിയിലെ ജോലിയും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് എന്ത് ചെയ്യും? ഞാൻ എന്നെയും കുഞ്ഞിനെ ഇവിടെ ആക്കിയിരിക്കുന്നു. എറണാകുളത്ത് നല്ലൊരു ജോലി കിട്ടി. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ എറണാകുളത്തേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. ഈ വീട്ടിനകത്ത് അവിടെ ഒരു അങ്കിളുണ്ട്, ആന്റിയുണ്ട്, അവരുടെ M.Com പഠിക്കുന്ന ഒരു മകളുമുണ്ട്. ഞാൻ അവിടെ സന്തോഷവതിയാണ്, അവരുടെ കൂടെ ജീവിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവൻ എന്നെ ഇട്ടേച്ച് പോകുവാനും സാധിക്കുന്ന ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ എറണാകുളത്ത് ജോലിക്ക് പോകാനിടയായി തീർന്നു. പക്ഷെ അതും തീർന്നില്ല. എറണാകുളത്ത് ജോലിക്ക് പോയപ്പോൾ അവിടെയും ഒരു 3-4 മാസം ആകുന്നതിന് മുമ്പ് ആ ജോലിക്ക് പോകാൻ ഇടയായി തീർന്നു. പക്ഷെ നല്ല ക്വാളിഫൈഡ് ഒക്കെ ആണെങ്കിൽ ജോലി എങ്ങനെയും പോയി. അപ്പൊ മസ്കറ്റിലേക്ക് ദൈവം ഒരു വഴി തുറക്കുവാൻ ഇടയായി തീർന്നു. അത് വിസിറ്റിങ്ങിനാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ആരാധനയ്ക്ക് ഇത്രയും ദൂരമൊന്നും പോകാൻ ഒക്കത്തില്ല. എവിടെ ആരാധനയ്ക്ക് പോകും? അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു വീടിനുള്ളിൽ ഒരു ആരാധന നടക്കുന്നുണ്ട്. ഒരു ചെറിയ കൂട്ടം, ഒരു AG ചർച്ചാണത്. ചെറിയ കൂട്ടം നമ്മുടെ വീടിന് അവിടെ നിന്നാൽ അവരുടെ പരിസരം കാണാം. എന്നോട് അന്നേരം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആന്റി പറഞ്ഞു, നിനക്ക് ദൂരെ ഈ കുഞ്ഞിനെ കൊണ്ട് പോകാൻ ഒക്കത്തില്ലല്ലോ, എന്റെ കുഞ്ഞന്ന് UKG പഠിക്കുന്ന കാലഘട്ടം, നീ ഇവിടെ ആരാധനയ്ക്ക് പോക്കോളൂ പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കിയത്, പക്ഷെ എനിക്ക് ഒട്ടും മനസ്സില്ല. ചെറിയ കൂട്ടത്തിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഈ വലിയ കൂട്ടത്തിന്റെ ആരാധനയും വലിയ കൂട്ടത്തിന്റെ ഒരു ബഹളം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഈ ചെറിയ കൂട്ടത്തിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ മനസ്സോടെ ആണെങ്കിലും ഞാൻ അന്ന് ഈ ചെറിയ കൂട്ടത്തിന്റെ ആരാധനയ്ക്ക് 2017 കാലഘട്ടങ്ങളിൽ ഞാനൊന്ന് പോകാനിടയെ തീർന്നു. പ്രിയരെ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, വലിയ കൂട്ടത്തെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല, അത് നല്ലത് തന്നെയാണ്, ആത്മാക്കളുടെ വർധനവ് നല്ലത് തന്നെയാണ്. പക്ഷെ ചെറിയ കൂട്ടത്തിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലായത്, ഒരു ചെറിയ വിഷയം പോലും, നമ്മുടെ ചെറിയ വിഷയം പോലും അവർ പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മുടെ വീട്ടിലെ നമ്മുടെ പിതാവോ മാതാവോ നമ്മുടെ സഹോദരങ്ങളോ ആരും അറിയാത്ത വിഷയം ഇവരെ ഏറ്റെടുത്ത് വെച്ചിരുന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ, നല്ലൊരു ദൈവദാസനും ദൈവദാസിയും അവരുടെ മുന്നിൽ ഞാൻ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് സാക്ഷി പറയാനൊന്നും അറിയത്തില്ല. എനിക്ക് എങ്ങനെ ഇവരുടെ ശുശ്രൂഷകളെന്ന് അറിയത്തില്ല. ഇവരുടെ പാട്ട് പോലെ എനിക്ക് കൈയടിക്കാനോ ഒന്നും അറിയത്തില്ല. കാര്യം മെഗാ ചർച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയാണ്. പക്ഷെ ഞാൻ തുടർമാനമായിട്ട് ഇവരുടെ കൂടെ പോകാൻ, അന്ന് എഴുന്നേറ്റ് ഇന്നൊരു സാക്ഷി പറയാനോ ബാക്കി വായിക്കാൻ എനിക്ക്, ഞാൻ കുറെ നാൾ സാക്ഷി പറയാതെ അവിടെ ഇരുന്നു. എല്ലാവരും സാക്ഷി പറയും, ഞാൻ മാത്രം സാക്ഷി പറയാതെ അവിടെ ഇരിക്കും. എന്നെ കുഞ്ഞിനോട് ഞാൻ പറയും, മോൾ എഴുന്നേറ്റ് ബാക്കി പറയണമെന്ന് പറഞ്ഞാൽ അവിടെ എഴുന്നേറ്റ് ബാക്കി പറയും. പക്ഷെ ഞാൻ വളരെ കുറച്ച് നാളുകളായപ്പോഴേ അതിനകത്ത് ഭയങ്കര സമാധാനം എനിക്കുണ്ടായി. എന്റെ വിഷയങ്ങള് എന്റെ മാതാപിതാക്കളെക്കാൾ എന്റെ മറ്റുള്ള ആരെക്കാളും ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഇവരും കേൾക്കുവാൻ ഇടയായി തീർന്നു. ഏത് ഉപവാസ പ്രാർത്ഥന വെച്ചാലും ഇവരുടെ ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇവരും കേൾക്കാൻ ഇടയായി തീർന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് സാറ്റി കളിക്കുകയാണ്. ഒരു ദേവദാസൻ വന്ന് പറഞ്ഞു, നിങ്ങൾ സാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാറ്റി കളിയിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരണം തന്നെ ചെയ്യണം. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളവരാണെന്ന് എന്നെ കുറിച്ച് പറയുവാൻ, പ്രിയപ്പെട്ടവനെ കുറിച്ച് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ ദേവദാസി
അങ്ങനെ ഈ ദൈവദാസി ഞാനും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ആമേൻ. എനിക്ക് വളരെ അടുത്താണ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഓടിച്ചത്. ആമേൻ. ദൈവദാസൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ 2018 അവിടുത്തെ ദൈവദാസി വളരെ ഒരു ശോധനയിലൂടെ കടന്നുപോയി, രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ എപ്പോഴും അവിടെ ചെല്ലും. എല്ലാ ദിവസവും ഞാൻ അവിടെ ചെല്ലും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അവിടുത്തെ ആന്റി പ്രാർത്ഥിക്കുന്ന ഇതാണ്, കർത്താവേ ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നിറവേറണം. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമല്ലായിരുന്നു. ദൈവത്തിന്റെ ഹിതമാണ് ഇവർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം നിറവേറണം പറഞ്ഞ് ആ ദൈവദാസി ഞാനും കൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അന്നേരം എന്റെ പ്രിയപ്പെട്ട വീണ്ടും മസ്കറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ എറണാകുളത്ത് തന്നെ ജോലിക്ക് പോകാൻ ഇടയായി തീർന്നു. അവിടെ വെച്ചാണ് 2018 ഡിസംബർ മാസത്തിലാണ് എന്റെ പ്രിയപ്പെട്ടന്റെ ഉള്ളിൽ ഭയങ്കര ഒരു തള്ളല്, കർത്താവിന്റെ വേല ചെയ്യണം. കാര്യം ആ സമയങ്ങളിൽ ഞങ്ങളിവിടെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ ഹിതമെങ്കിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടന്റെ ഉള്ളിൽ ഭയങ്കര തള്ളല്. കാര്യം ഒരാളല്ല, രണ്ടാളല്ല, ഒരു 15 പേരല്ല, 20 പേരല്ല, അനവധി ദൈവദാസന്മാർ എന്റെ പ്രിയപ്പെട്ടവനോട് ദൂത് പറയും. എവിടെ ചെന്നാലും പ്രിയപ്പെട്ടവനോട് പറയും, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളവനാണ്. ഞാൻ എവിടെ ചെന്നാൽ എന്നോടും പറയും, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളവളാണ്, നീ ദൈവസേനയെ കീഴടങ്ങണമെന്ന് പറയാൻ ഇടയായി തീർന്നു. 2018 അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ ഉപവസിക്കാൻ ഇടയായി തീർന്നു. ആ ജോലിയോടനുബന്ധിച്ച് അവിടെ വെച്ച് തന്നെ അങ്ങനെ ദൈവസേന തീരുമാനമെടുത്തു, ഞാൻ പൂർണ്ണമായും വേല ചെയ്യാൻ ഇടയായി തീരാൻ പോവുകയാണ്. അങ്ങനെ അവിടുത്തെ ഓണറോട് പറഞ്ഞു, ഞാൻ 2019 ഞാൻ ഇറങ്ങിയാണ്, ഈ മാസം കൂടെ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, കണക്കുകളെല്ലാം സെറ്റിൽ ചെയ്ത് തരണം, റോജിയുടെ ഇഷ്ടം പോലെ തന്നെ കർത്താവിന്റെ വേലയല്ലേ, നല്ല കാര്യം എന്ന് പറഞ്ഞു. 2019 ജനുവരിയിലും കൂടെ നിന്ന് അവിടുത്തെ കണക്കുകളെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് 2019 ഫെബ്രുവരി 1 സമസ്ത കാര്യങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പ്രിയപ്പെട്ട നേരെ വരുന്നത് ഇടമുറി AG ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. നേരെ വരുന്നത് ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ആ സഭാ ഹാളിലേക്ക്, വീട്ടിലെ ആരാധനയിലേക്കാണ് അദ്ദേഹം നേരെ വരുന്നത്. ആമേൻ. ദൈവത്തിന്റെ കൃപയാൽ 2019 ഫെബ്രുവരി 1 ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇന്നയോളം ആമേൻ കാറ്റുണ്ടായിരുന്നു, കോളുണ്ടായിരുന്നു, ഈശാന മൂലങ്ങളുണ്ടായിരുന്നു. 14 ദിനരാത്രങ്ങൾ പൗലോസ് ആമേൻ സൂര്യനെ ചന്ദ്രനെ കണ്ടില്ലെന്ന് പറഞ്ഞ പോലെ ആമേൻ പലവിധ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ഈശാന മൂലനിലും ഈ പ്രതികൂലത്തിലും തളരാതെ ദൈവം നിർത്തിയ വിധങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അതുവരെ ഞങ്ങൾ 21 ദിവസം ഉപവസിച്ചിട്ടില്ല, 14 7 ഒക്കെ ഉപവസിച്ചിട്ടുള്ളൂ. എങ്ങനെ ഒരു ശുശ്രൂഷയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ പ്രിയപ്പെട്ട ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പറയാൻ ഇടയായി തീർന്നു, ചിലപ്പോൾ നമ്മളെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം പൈസ കൊടുക്കാതെ, ചിലപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം ഫീസ് കൊടുക്കാതെ, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഇതെല്ലാം ആണെങ്കിൽ നീ ആരോടും പറയത്തില്ലെന്ന് എനിക്ക് തീരുമാനം തന്നാലേ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പൂർണ്ണമായി ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായി കാര്യം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണത് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത്. ഞാനത് കേട്ട പാടെ തന്നെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ. ഉപ്പില്ലെങ്കിൽ പോലും നീ പറയില്ല. ഞാൻ എന്തുകൊണ്ട് എന്റെ പാസ്റ്റാൻഡിയോട് പറയുമെന്ന് അറിയാം ഇടമുറിയില്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പാസ്റ്റാൻഡിയോട് പോലും പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ അന്ന് പരസ്യമൊക്കെ ചെയ്യാനായി കടന്നുപോയി. ഒറ്റയ്ക്കല്ല, അവിടെയുള്ള ചില ആൾക്കാർ കൂടെ ട്രാക്റ്റുകൾ കൊടുക്കാൻ, ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു ഇതാണോ ഞങ്ങളുടെ ശുശ്രൂഷ എന്നറിയാൻ ഞങ്ങൾ ആദ്യം ഒരു 14 ദിവസം ഉപവസിച്ചു. അതിനുശേഷം ഞങ്ങള് പുനലൂരുടെ ദൈവദാസന്റെ ഭവനത്തിൽ ഞങ്ങളുടെ ആത്മീയ പിതാവിനെ പോലെ ഞങ്ങളുടെ ഭാരങ്ങൾ വേദനകളൊക്കെ പലപ്പോഴും വിളിച്ചു പറഞ്ഞു. ഞാൻ വിശ്വാസത്തിൽ വന്ന നാൾ തൊട്ട് എന്നെ കൈത്താങ്ങുന്ന പുനലൂർ എന്റെ ഭവനത്തിനടുത്തുള്ള ഒരു ദൈവദാസനും ദൈവദാസിയും ഉണ്ട്. എല്ലാ വർഷവും അവരുടെ വീട്ടിൽ ഈ വെക്കേഷൻ ടൈമിൽ ഏപ്രിൽ മാസത്തിൽ 21 ദിവസം ഉപവാസമുണ്ട്. ആ 2019 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ 21 ദിവസം അവരുടെ വീട്ടിൽ പോയിരുന്നു ഉപവസിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചപ്പോൾ കടന്നു വന്ന ദൈവദാസന്മാര് എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ഞങ്ങൾ എന്ത് തീരുമാനത്തിലാണോ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, പക്ഷെ ഈ പ്രിയപ്പെട്ടവനോട് പറയാനിടയായിരുന്നു, ദേവദാസിനെ സഹോദര ഒരു ബൈബിൾ കോളേജിന്റെ പടി കാണുന്നു, താങ്കൾ ഒരു ബൈബിൾ കോളേജ് പഠനത്തിലേക്ക് ഇരിക്കുന്നതൊക്കെ കാണുന്നു എന്ന് പറയാനിടയായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങളുടെ ശുശ്രൂഷ എങ്ങനെയാണെന്ന് ആരെങ്കിലും ഞങ്ങളോട് ദൈവദാസന്മാർ സംസാരിക്കണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. കാര്യം ഒരിക്കലും ഒരു ബൈബിൾ കോളേജ് പഠനമൊന്നും ഞങ്ങളുടെ ഉള്ളിൽ ഇല്ല, പക്ഷെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിക്കാനിടയായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ 21 ദിവസം ഉപവാസം നേരെ ഞങ്ങൾ റാന്നിയിലെത്തി. ആമേൻ. ബഥേൽ ബൈബിൾ കോളേജിൽ മന്നമരുതി ബഥേൽ ബൈബിൾ കോളേജ് IPCയുടെ അവിടെ പോയി ചേരുവാൻ ഇടയായി തീർന്നു. ആമേൻ. 2 വർഷത്തെ കോഴ്സ് ആയിരുന്നു. കാര്യം പ്രിയപ്പെട്ടൻ ഓൾറെഡി ഡിഗ്രി ഉള്ളത് കൊണ്ട് 2 വർഷത്തെ കോഴ്സ് എടുത്താൽ മതി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2019 ആമേൻ അവിടെ പ്രിയപ്പെട്ടൻ കോഴ്സിന് കയറി, ബൈബിൾ കോളേജ് കോഴ്സിന് കയറി. ആ ഒരു വർഷം അനുഗ്രഹമായി പൂർത്തീകരിച്ചു. എല്ലാ പേപ്പേഴ്സിനും നല്ല മാർക്കോടെ പാസ്സാകുവാൻ, കൂട്ടുകാരിൽ പരമായി നല്ല മാർക്കോടെ എന്റെ പ്രിയപ്പെട്ടൻ പാസ്സാകുവാൻ ഇടയായി തീർന്നു. ഓരോ ദിവസവും അനുഗ്രഹമായി ദൈവം നടത്തി. ഒരു ബൈബിൾ കോളേജ് സ്റ്റുഡന്റിന്റെ വീട്ടിലെ അവസ്ഥകൾ പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം, അവരുടെ വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കാക്കി അയക്കേണ്ട സമയത്ത് ദൈവം കാക്കി അയച്ചു. ആമേൻ ആമേൻ. ഓരോ വ്യക്തികളിൽ കൂടി ദൈവം അതത് സമയത്ത് പ്രവർത്തിച്ചു. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട ബൈക്കും കൊണ്ട്, ഒരു ചെറിയ ബൈക്കാണ് ഞങ്ങൾക്ക് അന്ന്
ജംഗ്ഷനിലോട്ട് പോയപ്പോ ഒരു വ്യക്തി ലിഫ്റ്റ് ചോദിച്ചു, അദ്ദേഹത്തിനെ കയറ്റി. ആ ലിഫ്റ്റ് ചോദിച്ച അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹിസ്റ്ററി ചോദിച്ചു, അദ്ദേഹത്തിന്റെ കാര്യം ഞങ്ങളും ചോദിച്ചു. ആ സമയം മാത്രം ഒരു പരിചയമുള്ളൂ, വേറെ ഒരു പരിചയം അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്കില്ല. ഒരു വിശ്വാസിയാണെന്ന് മാത്രം അറിയാം. പിറ്റേ ദിവസം അദ്ദേഹം ഞങ്ങളുടെ വീട് തിരക്കി പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരുവാൻ എൻ്റെ തീർന്നു. ഒരു ബിഷോപ്പർ നിറച്ച് സാധനങ്ങളുമായി വന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി പോകാൻ നേരം ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോയി. അദ്ദേഹം ഒരു വിശ്വാസിയാണല്ലോ. അദ്ദേഹം ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ബ്രദറെ ദാണ്ട് കൊണ്ടുവന്ന ബിഷോപ്പർ ഇവിടെ ഇരിക്കുന്നു, ഇത് കൊണ്ടുപോകുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും വരത്തില്ല. കാര്യം ഞങ്ങള് താമസിക്കുന്നത് ഈ അകത്ത്, ഞാൻ അതിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഇടയായില്ലല്ലോ. ഞങ്ങൾ അകത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു. 9 മാസമേ ഞങ്ങൾ അകത്ത് താമസിച്ചിട്ടുള്ളൂ. ഈ 9 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാറേണ്ട സാഹചര്യം വന്നപ്പോൾ ആമേൻ, ആ വീട്ടിലെ മൂത്ത മകള് ന്യൂസിലാൻഡിലാണ്. അവള് പറഞ്ഞു, അവരെ തൽക്കാലം മാറ്റണ്ട, അവർ നല്ല ആൾക്കാരാണെന്ന് തോന്നല്ലോ, അവർക്ക് വേണ്ടി മുകളിൽ ഞാനൊരു മുറി കെട്ടുവാനുള്ള പൈസ അയച്ചു തരാമെന്ന് പറയാനിടയെ തീർന്നു. അങ്ങനെ ആ വീടിന്റെ മുകൾ വശത്ത് ഞങ്ങൾക്ക് ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും അവർ തന്നെ പണിഞ്ഞു തന്നു. അതായത് തുണിയൊക്കെ ഇടുന്ന മുകളിൽ അപ്സ്റ്റെയറിന്റെ അടിയിലാണ്. ഈ കിച്ചണിൽ എന്റെ പ്രിയപ്പെട്ടവന്റെ തലയടിക്കും, എന്റെ പ്രിയപ്പെട്ടവൻ നല്ല ഹൈറ്റ് ആണ്. ബാത്റൂമിൽ കയറിയാലും തലയിടിക്കും. പക്ഷെ എന്നാലും അതിനകത്ത് 4 വർഷം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ് ഒരു പുതിയ ഒരു ഫ്രഷ് ഭവനം. ഒരു റൂമേ ഉള്ളെങ്കിൽ ഞങ്ങൾ അതിനകത്ത് പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ നടത്തുമായിരുന്നു. വളരെ ചൂടായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾക്കത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അങ്ങനെ 4 വർഷം ഞങ്ങൾ ആ റൂമിനകത്ത് പാർത്തു. അവിടെ വെച്ചാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ ഇറങ്ങുന്നതും തീരുമാനമെടുത്തതും എല്ലാം. അങ്ങനെ ഇരിക്കുകയാണ് ഈ ബ്രദറിനെ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ കിടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബിഷോപ്പർ തിരിച്ചു കൊണ്ടുപോകുന്നില്ലേ ബ്രദറെ ഇന്നാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നെയാണ്. ഒറ്റ ദിവസം ഒരു 10-15 മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന് ഞങ്ങളെ ഒന്നും അറിയത്തില്ല. ഞാൻ ആ ബിഷോപ്പർ തുറന്നു നോക്കിയപ്പോൾ ആമേൻ, കാക്ക തരുമോ എന്ന് ചോദിച്ചാൽ തരും പ്രിയരെ. ആമേൻ, എന്റെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ ഇല്ല, അത് അത്രയും സാധനങ്ങൾ. ആമേൻ, ഈവൻ അച്ചാറ് വരെ അതിനകത്തുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും എനിക്ക് അതിനകത്തുണ്ട്. ഞാൻ എത്ര സൂചിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി. എന്റെ കർത്താവ് ഇങ്ങനെയാണോ ദൈവമക്കളെ സ്നേഹിക്കുന്നത്? ഇതൊന്നും ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ കർത്താവ് കരുതിയ വിധങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വർഷം അനുഗ്രഹമായി പഠനമൊക്കെയും പൂർത്തീകരിക്കാൻ ഇടയായി തീർന്നു. 2020 കയറി. ആ സമയത്താണ് മാർച്ച് മാസം നമ്മുടെ കോവിഡ് തുടങ്ങുന്നത്. ആമേൻ, ഇവരുടെ പഠനം അന്നേരം ഓൺലൈനാക്കി. എല്ലാ പഠനങ്ങളും ആ സമയങ്ങളിൽ ഓൺലൈനിലായിരുന്നല്ലോ. ഇവരുടെ പഠനം ഓൺലൈനിലാക്കി. ആമേൻ, ഓൺലൈനിലായപ്പോൾ ഭവനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ബൈബിൾ കോളേജിലായിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ഭക്ഷണവും ബൈബിൾ കോളേജിൽ കിട്ടുമായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട രാവിലെ വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകാം, പക്ഷേ ഞങ്ങളുടെ ശൂന്യതകൾ കൊണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ടൻ കഴിക്കത്തില്ല. നീയും കുഞ്ഞും കൂടി കഴിച്ചോ, ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ്, കാര്യം ഫ്രീ ആണ് ബൈബിൾ കോളേജിലെ പഠനം. അന്നവിടെ ഫീസ് കൊടുക്കേണ്ട, അതൊരു ദൈവദാസന് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു ബൈബിൾ കോളേജാണ്. പക്ഷേ ഓൺലൈനിൽ ഇത് വന്നപ്പോഴത്തേക്ക് വീട്ടിലിരിപ്പായി. അങ്ങനെ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ട്, ആരും സഹായിക്കാനില്ല. ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പരിചയമില്ല, പാർട്ടിക്കാരെ പരിചയമില്ല. ഒരു അന്യദേശത്ത് പോയി പാർക്കുന്നവരല്ലേ ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോ എല്ലാവർക്കും കിറ്റുകൾ കിട്ടും, ഞങ്ങൾക്ക് ഒരു കിറ്റ് പോലും ആരും തരാനില്ല. അങ്ങനെ ഇരിക്കെ ഞാനും എന്റെ പ്രിയപ്പെട്ടവനോട് രാത്രിയിൽ കരം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, റേഷൻ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടിയേനെ, പാർട്ടിക്കാരെ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്കാർ തന്നേനെ, ഞങ്ങൾക്ക് ആര് തരും ഒപ്പാന്ന് ഞങ്ങള് പ്രാർത്ഥിച്ച്. കുഞ്ഞ് വിശക്കുന്നെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് കരയാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞ് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം, കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല, പിറ്റേ ദിവസം ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ വരുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം എന്റെ കുഞ്ഞിന്റെ കൂട്ടുകാരിയുടെ പിതാവാണ്. അദ്ദേഹം മാർത്തോമാ സഭയിലെ ഉപദേശിയാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ സഞ്ചി ഇങ്ങ് തിരിച്ചു തരണേ സിസ്റ്ററെ, ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അതിശയം, കാര്യം ഞങ്ങൾ ഇന്നയോളം ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു, എന്തുവാ ഉപദേശി കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് മാർത്തോമാ സഭയ്ക്ക് കൊടുക്കുവാനായിട്ട്, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകൾക്ക് കൊടുക്കാനായിട്ട് ഒരു മനുഷ്യൻ ഇത്ര കിറ്റുകൾ ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. അപ്പൊ ഇത്ര പേരുകൾ എഴുതി അദ്ദേഹത്തിന്റെ മുൻപിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വന്ന പേര് ഈ വീട്ടിലെ പേരാണ്. ഞാൻ 3 കിറ്റുകൾ ചേർത്ത് അദ്ദേഹം ഞങ്ങൾക്ക് കൊണ്ടുതരാൻ ഇടയായി തീർന്നു. പാർട്ടിക്കാർ 1 കിറ്റ് കൊടുക്കുമ്പോൾ, റേഷൻ കടക്കാർ 1 കിറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 3 കിലോ പഞ്ചസാര, ആമേൻ, ഞങ്ങൾക്ക് 3 കിലോ ആട്ട, ഞങ്ങൾക്ക് 3 കിലോ റവ. എന്റെ തമ്പുരാൻ തന്നാ തരുമെന്നേ. ആമേൻ, 1 കിലോ ലോകത്തിലെ ആൾക്കാർ തരുമെങ്കിൽ നമ്മുടെ തമ്പുരാൻ തരുമ്പോൾ ഇരട്ടിയായി നമുക്ക് തരുന്ന ദൈവമാണ്. ദൈവത്തിന് എത്ര സൂചിച്ചാലും മതി വരത്തില്ല. ഞങ്ങൾക്ക് എത്ര നാളത്തേക്ക് ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു ചെറിയ കുടുംബമല്ലേ. പിന്നെ എനിക്ക് എന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് ദശാംശം പോലെ മാറ്റാൻ ദൈവം എനിക്ക് ഇടായിരുന്നു. എനിക്ക് ശേഷിക്കുവാൻ എനിക്ക് ദശാംശം പോലെ മാറ്റി പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ദൈവം എന്നെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു.
എന്റെ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കട്ടെ. അങ്ങനെ ഇരിക്കുകയാണ് 2020 കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ബൈക്കുമില്ല, ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കോവിഡ് തുടങ്ങുന്നതിന്റെ, അതായത് ലോക്ക്ഡൌൺ വരുന്നതിന്റെ 2 ദിവസം മുന്നേ ഞങ്ങൾ ആ ബൈക്ക് കൊടുത്തു. ആ കൊടുത്ത പൈസയും കൊണ്ട് അടുത്ത ഒരു ബൈക്ക് മേടിക്കാമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൌൺ ആയി. പിന്നെ ഈ പൈസ കയ്യിലിരുന്ന് ഞങ്ങൾക്ക് ചെലവിനും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് പിന്നെ പൈസ ഇല്ല. അങ്ങനെയായപ്പോൾ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല. ഞങ്ങളുടെ താമസിക്കുന്നിടത്തുനിന്ന് മന്നമരുതി ജംഗ്ഷനിൽ വരെ പോകണമെങ്കിൽ 70 രൂപയാണ് അന്ന് ഓട്ടോക്കൂലിക്കും. അപ്പൊ 70 രൂപ ഓട്ടോക്കൂലി കൊടുത്ത് പോകാൻ ബുദ്ധിമുട്ട്, എപ്പോഴും മറ്റുള്ളവരുടെ ബൈക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ എനിക്ക് ഞങ്ങൾ ഒരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വ്യക്തിയിലൂടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളോട് സംസാരിച്ചു. അവർക്ക് ഒരു വാഹനമില്ല, കർത്താവിന്റെ വേല ചെയ്യുന്ന കുടുംബമാണ് എന്നൊക്കെ പറയുവാൻ ഇടയായി തീർന്നപ്പോൾ ഒരു 3-4 വ്യക്തികൾ ചേർന്ന് ഞങ്ങൾക്ക് ചെറിയൊരു നന്മ തന്നു. അതായത് ബൈക്ക് എടുത്താലും കാർ എടുത്താലും അതിന്റെ ഫസ്റ്റ് പേയ്മെന്റിന് കൊടുക്കാനുള്ള തുകയേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് ബൈക്ക് വേണോ കാറ് വേണോ? എന്റെ ആഗ്രഹം ഒരു 4 വീലർ വാഹനമാണ്. കാര്യം എന്റെ ഭവനം പുനലൂരാണല്ലോ. ഇവിടുന്ന് ബൈക്കിൽ അത്രയും ദൂരം ചെല്ലുമ്പോഴത്തേക്ക് നടുവേദനയാകും. കാറാണെങ്കിൽ അത്രയും കുഴപ്പം വരത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് കാറായിരിക്കണമേ. പിന്നെയും ദൈവത്തിന്റെ ഹിതം. അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എടി ഇന്ന് പകൽക്കാലം ഒന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകൻ നമ്മളോട് സംസാരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ ദർശനം കാണണം. അങ്ങനെ വിവിധ ഇനം ഓപ്ഷൻസ് എന്റെ പ്രിയപ്പെട്ടവൻ വെക്കാൻ ഇടയായി തീർന്നു. എന്നാൽ പകല് കഴിഞ്ഞു, സന്ധ്യ കഴിഞ്ഞു, രാത്രി തീരാറായി. ഇതുവരെ വചനത്തിലൂടെ സംസാരിച്ചില്ല, ദർശനവും കിട്ടിയില്ല, ഒന്നുമില്ല. ഏകദേശം ഒരു 11:30 മണി ആകാറായപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം അവസാനിക്കാറായി. ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ അറിയാവുന്ന ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു വ്യക്തി ജീവിതം ഞങ്ങളോട് ചക്കയുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ദേശത്ത് ഇഷ്ടംപോലെ ചക്കയുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചില് ഇടമുറി ചർച്ചിലൊക്കെ ഇഷ്ടംപോലെ ചക്കയുണ്ട്. അങ്ങനെ ഇരിക്കും ഞങ്ങളൊരു ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി. പക്ഷെ അദ്ദേഹം വരാൻ ലേറ്റ് ആയത് കാരണം ഞങ്ങളുടെ ഗേറ്റ് എല്ലാം ഹൗസ് ഓണർ പൂട്ടി. ഞങ്ങൾക്ക് ഗേറ്റ് പിന്നെ തുറക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം റൂം അടച്ചു പോയല്ലോ, ലൈറ്റുകളും എല്ലാം അടുത്ത് ഓഫ് ചെയ്തു. അപ്പൊ 11:30 ആയപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അതുവഴി പാസ് ചെയ്യുന്നുണ്ട്, ആ ചക്ക ഇങ്ങനെ എടുത്ത് തരാമോ ചോദിച്ചപ്പം എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, തരാം, പക്ഷെ ഗേറ്റ് തുറക്കാൻ ഒക്കത്തില്ല, മതിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് തരാം, വന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം അതുവഴി പാസ് ചെയ്ത് ഒരു 11:30 ആയപ്പോൾ വന്നു. എന്റെ പ്രിയപ്പെട്ടവൻ ഈ ചക്ക അങ്ങോട്ട് പാസ് ചെയ്യാൻ നേരം ഏകദേശം അല്പം ഡിസ്റ്റൻസ് ഉണ്ട്. ഈ വണ്ടിക്കകത്ത് ചെറിയൊരു വെട്ടം, ഈ കാറിനകത്ത്. ആ വെട്ടത്തിലിരുന്ന വ്യക്തി ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളെയും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ടവന്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, ദൈവദാസനെ, നിങ്ങൾക്ക് ഒരു 4 വീലർ വാഹനം വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറല്ല, വെള്ള കളർ തന്നെ എടുക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവം സംസാരിക്കുമോ? സംസാരിക്കും പ്രിയരെ. ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഞങ്ങൾ എന്തോ ചോദിച്ചത് ഒരു പ്രവാചകനോ ഒരു ദർശനമോ ഒരു വചനമോ തരണമെന്നാണ്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, ഒരു ദൈവദാസനായിരുന്നു സംസാരിച്ച വ്യക്തി. പിറ്റേ ദിവസം തന്നെ ഈ കയ്യിലിരുന്ന തുകയുമായി എന്റെ പ്രിയപ്പെട്ടവൻ പോയി ഒരു കാർ ബുക്ക് ചെയ്യാൻ, ഏറ്റവും കുറഞ്ഞ കാര്യം ഓൾട്ടോടെ ഏറ്റവും കുറഞ്ഞ കാർ ബുക്ക് ചെയ്യാൻ ഇടയായി തീർന്നു. 2020 ഓഗസ്റ്റ് മാസമാണ് ഞങ്ങൾക്ക് ഈ വാഹനം ലഭിച്ചത്. പലരും ചോദിച്ചു, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഇവന് എങ്ങനെ ഇത് അടയ്ക്കുമെന്നോ? തമ്പുരാൻ തന്നതാണോ? 3 വർഷമായും പ്രിയ ദൈവജനമേ, ഇന്ന് വരെയും ദൈവം അത് അടച്ചു. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. 1 രൂപ ഞങ്ങൾ സേവ് ചെയ്തിട്ടില്ല. അതതിന്റെ സമയമാകുമ്പോൾ അതതിന്റെ സമയം കർത്താവ് ശ്രേഷ്ഠമായി അത് നടത്തി തരുവാൻ ഇടയായി തീർന്നു. ആമേൻ. സകല മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ വേറൊരു അത്ഭുതം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എല്ലാം അത്ഭുതം തന്നെയാണ്. എന്റെ പിതാവിന് കാലയിൽ ഒരു രോഗം വരാനിടയായി തീർന്നു. ഞങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് എന്റെ പിതാവിന്റെ കാലയിൽ ഈ ആണി രോഗം പോലുള്ള തടിപ്പുണ്ട്. എന്നാൽ ഈ കോവിഡിന്റെ കാലത്ത് എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ കാലത്ത് ചെത്തി ആസിഡിൽ പരട്ടുവാൻ ഇടയായി തീർന്നു. ഈ വേദനയുള്ള ഭാഗത്ത് അത് പിന്നെ വലിയ ഇൻഫെക്ഷൻ ആയി മാറി. പല ഹോസ്പിറ്റലിൽ പോയി, വലത്തെ കാലാണ് അത് കുഴിച്ചും ഡോക്ടർമാർ അത് കീറിയും ഒക്കെ അത് വലിയൊരു മുറിവായി തീരാനിടയായി തീർന്നു. അങ്ങനെ അത് ബയോസിക്ക് വിടുമ്പോൾ ആദ്യം അത് പോസിറ്റീവ് എന്ന് വന്നു, എന്നാൽ പിന്നീട് വിട്ടപ്പോൾ നെഗറ്റീവ് എന്ന് വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും ദൂരത്തുനിന്ന് ചെല്ലാൻ വണ്ടി ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വാഹനം ലഭിക്കുന്നത്. അന്നേരം കോവിഡിന്റെ സമയമായതുകൊണ്ട് ഒരു ഓട്ടോക്കാർ പോലും ആരെയും കേട്ടത്തില്ല. അന്ന് ബസ്സിലൊക്കെ കയറാൻ ആൾക്കാർക്ക് പേടിയാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് സഹോദരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ പപ്പായും കൊണ്ട് പോകാം എന്ന് പറയാൻ. അവര് വിശ്വാസികളല്ല, എന്നാലും നമ്മുടെ നല്ല നടപ്പ് കണ്ട് അവർ വിശ്വാസത്തിൽ വരണമെന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് വാഹനം കിട്ടിയ സമയം കൂടിയാണ്. ഞങ്ങൾ ചെന്നു, പപ്പായും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചെന്നു. പക്ഷെ അവിടെ ചെന്നിട്ടും യാതൊരു മാറ്റവുമില്ല. പലപ്പോഴും പിന്നെയും ബയോസിയായിരിക്കും. അപ്പൊ ഞങ്ങൾ പപ്പയുടെ സുവിശേഷം പറയും, ഇവിടുന്ന് തിരുവനന്തപുരം വരെയും സുവിശേഷം പറയും. ഞാനും പ്രിയപ്പെട്ടവനും
ആമേൻ. ഞങ്ങൾ പറയും പപ്പ ഇത് പപ്പയ്ക്ക് കിട്ടിയ ഒരു നല്ല ചാൻസ് ആണ്. പക്ഷെ പപ്പയ്ക്ക് സുവിശേഷം കേൾക്കുന്നതോറും പപ്പയ്ക്ക് ദേഷ്യം കൂടും. നിർത്താൻ പറഞ്ഞ് പപ്പ വയലന്റ് ആവും ഞങ്ങളോട്. ഞങ്ങളൊരു പപ്പയ്ക്ക് ദൈവം ഓരോ ചാൻസ് തന്നോണ്ടിരിക്കുക, ദൈവത്തെ അറിയാൻ, പപ്പ രക്ഷിക്കപ്പെടണം, പപ്പ സ്നാനപ്പെടണം, ഇതിനെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങള് പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ പപ്പ യാതൊരു കാരണവശാലും ഇതിനെ ഉൾക്കൊള്ളുന്നതേ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പപ്പായും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ടും ഒരു മാറ്റവും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ RCC കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴും ആദ്യം ബയോസി നെഗറ്റീവ്, പിന്നീട് പോസിറ്റീവായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെ ഇരിക്കെ ആമേൻ, ഞങ്ങള് പപ്പായും കൊണ്ട് RCC ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അവിടെ ഒരു ജോലി ചെയ്യുന്ന, ആമേൻ, മെയിൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതത്തെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. ഒരു നേഴ്സ് അല്ല, അവിടുത്തെ അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആന്റിയെ തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. കാര്യം കോവിഡിന്റെ സമയമാണ്, ഒരാളെ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. എന്നാൽ ഈ ആന്റി എന്നെയും അകത്ത് കയറ്റുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ പപ്പാടെ കൂടെ കയറ്റിയിട്ട് എന്നെ വേറെ കയറ്റുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ RCC ചെന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായ ദൈവത്തിന്റെ ഫേവർ അവിടെ ഉണ്ടായി. ഞങ്ങൾ കൂടെ സഞ്ചരിക്കുന്നതിൽ പലരും വിളിച്ച് പപ്പായോട് പറയുവാനിടയായിരുന്നു, ആ കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന്. പപ്പായ്ക്ക് ഈ വിശ്വാസത്തിൽ ഒന്നും ഇല്ലേലും പലരും വിളിച്ച് പറയാനിടയായിരുന്നു. അവരുടെ ഒരു പൊടിക്കുഞ്ഞിനെ പോലും മാറ്റി നിർത്തിയിട്ട് അവരിങ്ങനെ വരുന്നത് അവർക്ക് ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണെന്ന് പറയുവാനൊക്കെ ഇടയായിരുന്നു. അവരുടെ ഇടയിൽ ഞങ്ങളുടെ ദൈവത്തെ ഒന്ന് പ്രദർശിപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നൊരു അവസരമായിരുന്നു ആ സമയങ്ങളിൽ. അങ്ങനെ പപ്പയുടെ സർജറിയൊക്കെ വേണ്ടി പപ്പയെ അഡ്മിറ്റ് ചെയ്യാനായി കൊണ്ടുപോയി. പക്ഷെ ഞാൻ പോയില്ല. പ്രിയപ്പെട്ടവനും മമ്മിയും പപ്പായും കൂടിയാണ് അന്ന് RCCയിലേക്ക് പോകുന്നത്. നവംബർ മാസം. ആമേൻ. വളരെ വേഗത്തിലാണ് അന്ന് ആ സമയങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നത്. വളരെ വേഗത്തിൽ. ഒരിക്കലും ഒരു പേഷ്യന്റിന് ലഭിക്കാത്ത അസാധാരണമായ ഫേവറുകളാണ് അന്ന് അവിടെ പപ്പയ്ക്ക് വേണ്ടി അവിടെ ഒരുങ്ങുന്നത്. ഞങ്ങള് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നേ ഉള്ളായിരുന്നു. ദൈവം എല്ലാം ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പോഴത്തേക്ക് കാലിന്റെ മുട്ട് വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞു. പപ്പയുടെ കാലിലെല്ലാം പഴുപ്പായി, ഇൻഫെക്ഷനായി, മുട്ട് വെച്ച് മുറിക്കണമെന്നൊക്കെയും പറയുന്നിടയായിരുന്നു. ഇവര് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ താമസ സൗകര്യം വേണം. 1 മാസം ട്രിവാൻഡ്രത്ത് താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എവിടെ താമസിക്കണമെന്ന് അറിയത്തില്ല. കാര്യം ലോഡ്ജ് കൊടുക്കത്തില്ല, റൂമുകൾ കൊടുക്കത്തില്ല. ആ കോവിഡിന്റെ സമയത്ത് ആരെയും ആരും അടുക്കിപ്പിക്കാത്ത സമയമാണ്. ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ, ആമേൻ, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചപ്പോൾ തലേന്ന് രാത്രി എനിക്ക് തോന്നുന്നു അന്ന് അഡ്മിറ്റ് ആവുന്നതിന്റെ അന്നാ ഈ അവസരം ഞങ്ങൾക്ക് ലഭ്യമായത്. ഒരു രാത്രിയോടടുത്തു. ഇത് ഒരു 10-11 പപ്പായി അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഈ കൂട്ടുകാരൻ വിളിച്ച് മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം പട്ടണത്തിന്റെ നടുക്ക് RCCക്ക് അടുത്ത് 3 നിലയ്ക്ക് ഒരു ബിൽഡിങ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ എത്ര നാള് വേണേലും എടുത്തുകൊള്ളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. 1 മാസമല്ല, എത്ര നാള് വേണേലും താമസിച്ചോ, വാടക വേണ്ട എന്ന് പറയാൻ ഇടയായി തീർന്നു. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുത്. അവരുടെ ആൾക്കാർ, പള്ളിക്കാർ, അച്ഛന്മാരൊക്കെ നോക്കിയിട്ട് നടക്കാത്ത കാര്യം എന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. പ്രിയപ്പെട്ട പലരോടും അന്വേഷിച്ചപ്പോൾ ആമേൻ, ഒരു വ്യക്തി ജീവിതം വളരെ നിസാരമായി ഞങ്ങൾക്ക് തരുവാനിടയെ തീർന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എന്റെ കുഞ്ഞും കൂടി RCC ചെല്ലുവാനിടയെ തീർന്നു. സർജറി അന്ന് നടക്കുമല്ലോ. എനിക്ക് സർജറിക്ക് മുന്നേ എന്റെ പിതാവിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം പപ്പ 20% ജീവിക്കത്തോടെന്ന് പറഞ്ഞ് സർജറി കഴിഞ്ഞാൽ. അപ്പം എനിക്ക് പപ്പായെ കയറി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാനൊരു 4 മണിയായപ്പോൾ റാന്നിന്ന് തിരുവനന്തപുരം ബസ് കയറി വെളുപ്പിനെ ഞാനും കുഞ്ഞും RCC ചെന്നിട്ട് ഈ ഞങ്ങളെ സഹായിക്കുന്ന മേഡം എന്നെ ബാക്ക് വശത്തൂടെ ഹോസ്പിറ്റലിനകത്ത് കയറ്റിയിട്ട് ഞാൻ എന്റെ പപ്പായ്ക്ക് മുഖം കൊടുത്തില്ല. ഞാൻ ഈ കാലിന്റെ അടുത്ത്, പപ്പ ഇങ്ങനെ സ്ട്രെച്ചറൊക്കെ കിടക്കുകയാണ്, ഓപ്പറേഷന് കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരു കാര്യമാണ്, പപ്പായ്ക്ക് ഉപ്പൂറ്റി മിച്ചം തരണമേ കർത്താവേ, കാലൊന്ന് കുത്താൻ ഉപ്പൂറ്റി തരണം, പാദം മാത്രമേ മുറിക്കാവൂ. മുട്ടുവെച്ച് മുറിക്കുമെന്നും പറഞ്ഞാണ് ഡോക്ടേഴ്സ് കൊണ്ടുപോകുന്നത്. ഞാന് പപ്പ കാണുന്നില്ല, എന്റെ കണ്ണുനീര് വന്നത് പപ്പ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പാദത്തിന്റെ അടുത്ത് നിൽക്കുന്ന എന്നെ കാണാൻ ഒക്കത്തില്ല. ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. മമ്മിയും സഹോദരങ്ങളൊക്കെ പുറത്താണെങ്കിലും എനിക്ക് അകത്ത് കയറാൻ ദൈവം ഒരു അവസരം തന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ICUവിനകത്ത് കയറ്റുന്ന സമയം വരെ ഞാൻ എവിടെയാണ് ഞാൻ അതിര് വെച്ചത്, ആ അതിര് വരെ തൊട്ടോണ്ട് ഞാൻ പോയി. ഇതിനപ്പുറം കത്തിവെക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ICU വരെ ഞാൻ പപ്പായും കൂടെ ചെന്നു. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം ആ മഹത്വത്തിന് പറയുകയാണ്. ഓപ്പറേഷൻ മണിക്കൂറുകൾ കഴിഞ്ഞ് രാവിലെ കയറിയതാണ്. വൈകുന്നേരത്ത് ഒത്തിരി പേരുടെ സർജറി കാണുമായിരിക്കും. ഇത് കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ഞാൻ ICUവിന്റെ മുന്നിൽ നിന്ന് വാവിട്ട് കരയുവാനിടയെ തീർന്നു. ഒരു 1.5 വർഷം മുമ്പ് എന്നോട് ദേവദാസൻ ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ICUവിന്റെ മുന്നിൽ നിന്ന് വാവിട്ട് കരയുന്ന ഒരു കാഴ്ച കാണുന്നു. അന്ന് ഞാൻ ICUവിന്റെ മുന്നിൽ നിന്ന് വാവിട്ട് കരഞ്ഞു, കർത്താവേ നഷ്ടപ്പെട്ടു പോകല്ലേ, പപ്പായ വേർപെട്ട ആരാധനയിൽ കൂടുവാൻ സാധിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചത്. ജീവൻ കൊടുക്കണമേ എന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നപ്പോൾ പപ്പ ജീവനോടെ ഉണ്ടോ എന്നല്ല ഞാൻ ആദ്യം ചോദിച്ചത്,
ഞാൻ ആദ്യം ഡോക്ടറോട് ചോദിച്ചത് പപ്പായുടെ കാലിന്റെ എവിടെ വെച്ചാണ് മുറിച്ചതെന്നാണ് ചോദിച്ചത്. കാര്യം എന്റെ വിശ്വാസം വർദ്ധിക്കണം. ഞാൻ ആദ്യം ചോദിച്ചത് ഡോക്ടറെ എവിടെ വെച്ചാണ് മുറിച്ചതെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു പാദം മാത്രമേ പോയിട്ടുള്ളൂ, ഉപ്പൂറ്റി നിലവിലുണ്ടെന്ന്. എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം. ഞാൻ അങ്ങനെ അതിൽ വെച്ച് പ്രാർത്ഥിച്ചു, അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ ഇടയായി തീർന്നു. പിന്നീട് പപ്പായുടെ റിലേറ്റീവ്സ്, മമ്മിയുടെ റിലേറ്റീവ്സ് ഒക്കെ ഇത് സത്യമാണോ എന്ന് അറിയുവാൻ പോലും എല്ലാവരും വന്നപ്പോൾ 3 നില പോലെ ഒരു കൊട്ടാരത്തിനകത്താണ് എന്റെ പേരൻസ് ഞങ്ങൾ വന്ന് 35 ദിവസം താമസിച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്, ദൈവം തന്നെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന എത്ര വലുതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവരോട്, നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആമേൻ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തത്. നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, അവർ നിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്തായി പോയതെന്ന് അവരെല്ലാം പറയുവാൻ ഇടയായി തീരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് പ്രിയപ്പെട്ട പഠനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം 2000 സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2020 തന്നെ സ്തോത്രം ദൈവത്തിന് മഹത്വം. 2020 തന്നെ ജൂൺ മാസത്തിൽ ഞങ്ങൾ വീണ്ടും അതിന്റെ 2020 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ 21 ദിവസം ഉപസിക്കാൻ ഇടയായി തീർന്നു. കാര്യം 2 വർഷത്തെ കോഴ്സ് എന്റെ പ്രിയപ്പെട്ടവൻ പൂർത്തീകരിച്ചു. ഈ കോഴ്സ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ദേശക്കാർ ചോദിക്കത്തില്ലേ ഇനി എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഇവൻ പഠനം പൂർത്തീകരിച്ചല്ലോ, ഇനി എന്തായി തീരുമാനം ചോദിക്കാൻ ഇടവരുത്താതെ വേണം ദൈവപ്രവൃത്തി നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇടമുറി ചർച്ചിൽ കോവിഡ് സമയമാ, പക്ഷെ ഉപവാസ പ്രാർത്ഥനയാ, രഹസ്യമായിട്ടൊക്കെ ജനങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പക്ഷെ ഓടിച്ചെല്ലും എല്ലാ ദിവസവും, കാര്യം അടുത്താണല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം ഇടമുറിയിലെ ദൈവദാസൻ എടുത്ത ദൈവവചനം എന്താണ്, നമുക്കും നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. പ്രിയ ദൈവജനമേ, ഞാനത് ഇരുകാരവും നീട്ടി സ്വീകരിച്ചു. എനിക്ക് നന്മ കാണിക്കുമെന്ന് പറയുന്നു. യഹോവേ നിന്റെ മുഖപ്രകാശം എന്റെ മേൽ ഉദിപ്പിക്കണമെന്ന് പറഞ്ഞു. കാര്യം പഠനം കഴിഞ്ഞു, ഇനി എന്തെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി ഇത് അതിശയോക്തിയാക്കി മാറ്റണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ദൈവപ്രവൃത്തി ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ എന്റെ പ്രിയപ്പെട്ടവന് വളരെ 10-100 പേര് കൂടുതൽ കൂടുന്ന IPC തന്നെയുള്ള ഒരു വലിയ ദൈവസഭയിലേക്ക് ഞങ്ങൾക്ക് ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ഞങ്ങൾക്ക് ഒരു മാറ്റം ദൈവം ആ ദേശത്ത് നിന്ന് ഒരുക്കി തന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇടമുറി ദൈവസഭ, ഇടമുറി ദേശക്കാർ ഞങ്ങളെ ആ ദേശത്ത് നിന്ന് ഞങ്ങളെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന് പറയുന്ന സഭയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ദൈവനാമ മഹത്വത്തിനായി പേരട്ടെ. അവിടെ ഞങ്ങൾ ചെന്നു, അവിടുത്തെ ശുശ്രൂഷകളൊക്കെയും ആരംഭിച്ചു. എന്നാൽ അവിടെ അല്പമല്ലാത്ത ഭാരങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന് ഉപവസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രിയപ്പെട്ടവൻ അറിയത്തില്ല ഞാൻ വെള്ളം കുടിക്കാതെ ഉപവസിക്കുന്നതെന്ന്. ഞാൻ വളരെ അങ്ങ് ക്ഷീണിച്ചു, വളരെ ക്ഷീണിതാവസ്ഥയിലൂടെ പോയി. കാരണം ഞാൻ എപ്പോഴും ഉപവാസമാ, പ്രതികൂലങ്ങൾ ഏറുമ്പോഴൊക്കെ ഞാൻ ഉപവസിക്കും, വെള്ളം കുടിക്കത്തില്ല. അങ്ങനെ ഇരുന്ന് ഉപവസിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ എത്ര നാൾ ഇവിടെ ആയിരിക്കണം വെച്ച് വ്യക്തമായി എന്നോട് കാണിച്ചു. ഇങ്ങനെ 1 വർഷമെന്ന് കാണിച്ചു. 2021 ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജൂൺ മാസത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം. എന്നോട് പറഞ്ഞു 1 വർഷമെന്നാണല്ലോ. 2022 ജൂൺ മാസം ആയപ്പോൾ 1 വർഷം തികഞ്ഞതിന്റെ അടുത്ത ദിവസം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ദൈവസഭയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ഉവ്വെന്ന് തന്നെയാണെന്നേ. ദൈവത്തിന് വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ഇതിനിടെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഇടയായി തീർന്നു. വിശ്വാസത്തിൽ അറിഞ്ഞപ്പോൾ എനിക്ക് 2 പ്രഗ്നൻസി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിൽ ഞാൻ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പ്രിയപ്പെട്ട പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 2019 വേലയ്ക്ക് ഇറങ്ങി കുറച്ചു നാൾ ആയതേ ഉള്ളൂ. ഒക്ടോബറിൽ എനിക്ക് വീണ്ടും ഈ 2 പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു രോഗം വരുവാനിടയായി തീർന്നു. ഈ വീണ്ടും ഈ ശോധനയോ കർത്താവേ ഞങ്ങൾ ചോദിച്ചു. കാര്യം ഒരു ട്യൂബിന് ഓൾറെഡി 2015 കട്ട് ചെയ്താണ്. ഈ ട്യൂബും കൂടി കട്ട് ചെയ്താൽ പിന്നീട് ഞങ്ങൾക്ക് ഒരു തലമുറയും കൂടി ഇനി ഉണ്ടാകത്തില്ല. അങ്ങനെ പക്ഷേ ലോകം പറഞ്ഞു ട്യൂബ് പ്രഗ്നൻസി ആണോ, ട്യൂബ് കട്ട് ചെയ്തിരിക്കും. ലോകം എന്നെ പ്രാർത്ഥിച്ചയച്ചത്, ദൈവദാസന്മാർ എന്നെ പ്രാർത്ഥിച്ചയച്ചത് ഓപ്പറേഷന് വേണ്ടിയാണ്. അങ്ങനെ എന്നെ റാന്നി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് വേണ്ടി നവംബർ മാസം 2019 നവംബറിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട റൂമിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി. കർത്താവേ ഞങ്ങളോട് വാഗ്ദത്തമുണ്ടെങ്കിൽ കപ്പിവെക്കാൻ ഇടയാവല്ല. ഈ സ്കാനിങ് റിപ്പോർട്ടിനകത്ത് എനിക്ക് 2 പ്രഗ്നൻസി ആണെങ്കിലും അതിനെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 2019 നവംബർ മാസം അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ സർജറിക്ക് വേണ്ടിയാണ് എന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും പറയും. അപ്പൊ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു സർജറി അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. പറഞ്ഞു സർജറി ആയാണ് ഇതിന് പരിപാടി, പക്ഷേ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു എന്നെ ഈ 2 ദിവസം കൂടുമ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് പുറത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സർജറി, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്നോ കോട്ടയത്തു നിന്നോ ഒരു മെഡിസിൻ കൊണ്ടു നിങ്ങളെ ഇഞ്ചെക്ട് ചെയ്യണമെന്ന് പറയാൻ ഇടയായി തീർന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇഞ്ചക്ഷൻ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലല്ലോ, പക്ഷെ സർജറി വേണ്ട എന്നൊക്കെ
പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം കൂടുമ്പോൾ പുറത്ത് DDRCയിൽ എനിക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസവും ഡോക്ടർ എന്നെ ഈ ടെസ്റ്റുകൾ കാണുമ്പോൾ സർജറി ചെയ്യണോ വേണ്ടയോ, അദ്ദേഹത്തിന്റെ ഈ നോട്ടം കാണുമ്പോൾ അറിയാം ഇപ്പൊ സർജറി ആണോ എന്നുള്ളൊരു ഭയത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ 7ാമത്തെ ദിവസം ദൈവജനത്തിനോട് പറയട്ടെ, ബീറ്റാ-CG എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ റിസൾട്ട് കണ്ട്, സ്കാനിങ്ങിന്റെ റിസൾട്ട് കണ്ടിട്ട് ഇദ്ദേഹം ലേബർ റൂമിൽ വെച്ചാണ് എന്നോട് പറയുന്നത്. ഇദ്ദേഹം എന്നോട് പറയാൻ ഇടയായി തീർന്നു, നിങ്ങളുടെ ട്യൂബിനകത്ത് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങൾ നോർമൽ സ്ത്രീകളെ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ ലേബർ റൂമിനകത്ത് പുറത്തിറങ്ങി ലിഫ്റ്റിൽ കയറി ഞാൻ എന്റെ വാർഡിലോട്ട് വരുമ്പോൾ ഞാൻ തനിയേ ഉള്ളൂ. ആ ലിഫ്റ്റിനകത്ത് ഞാൻ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു, മറ്റാരും കാണാനില്ല. കർത്താവേ, നിന്റെ വാഗ്ദത്തമായിരുന്നല്ലോ എനിക്കൊരു തലമുറയും കൂടി തരുമെന്ന്. പക്ഷെ ഇത് കട്ട് ചെയ്ത് പോയാൽ അത് ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷിച്ചു. അന്ന് തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടുവരാൻ ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങള് അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്ന കാര്യമാണത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ദൈവം സംസാരിക്കും. വളരെ പ്രയാസത്തിലൂടെ പോയപ്പോൾ ദൈവം എനിക്കൊരു വചനം തരുവാൻ ഇടയായി തീർന്നു. 2 ദിനവൃത്താന്തങ്ങൾ 32 7-ാം അധ്യായത്തിൽ ഒത്തിരി പ്രയാസത്തിലൂടെ എനിക്ക് ചില ഭാരങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, അശൂർ രാജാവിനെ അവനോടുകൂടെ സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്, അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. പ്രിയരെ, ഞാൻ ഈ മാംസഭുജത്തിൽ തന്നെ കയറി പിടിച്ചു. അവൻ വെറും മാംസഭുജമാണെന്ന്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞ് ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. പ്രിയരെ, എന്റെ കൺമുൻപിൽ തന്നെ എനിക്ക് അതൊക്കെയും കാണുവാൻ എന്റെ ദൈവം ഇടയാക്കി തീർത്തന്നെ. അങ്ങനെ ഞങ്ങൾ 2022 ഞങ്ങള് ഈ ഇപ്പോൾ ആയിരിക്കുന്ന റാന്നി ദേശത്ത് ഞങ്ങൾ എത്തുവാൻ ഇടയായി തീർന്നു. റാന്നി ദേശത്ത് വലിയകുളം എന്ന് പറഞ്ഞ ദൈവസഭയില് ഞങ്ങൾ വന്നപ്പോൾ അവിടെ അല്പ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യമായി ഞങ്ങളെ അവിടെ ആക്കുന്ന ദിവസം 3 പേരേ ഉള്ളായിരുന്നു. ഒരു സഭാരാധന കൂടിയപ്പോൾ 10 പേരെ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് എല്ലാവരും കൂടി കൂടുകയാണെങ്കിൽ 10-30 പേരടങ്ങുന്ന ഒരു ചെറിയ ദൈവസഭയെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. ആ ദേശത്ത് വന്നപ്പോൾ ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഉപവാസമാണ്. എപ്പോഴും ഞങ്ങൾ അങ്ങ് ഉപവസിക്കും. എന്റെ പ്രിയപ്പെട്ട 40 ഇരിക്കും. ഞാൻ 40 ഇരുന്നിട്ടില്ല, 21 ഇരിക്കും. വർഷത്തിൽ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ 21 ഇരിക്കും, 14 ഇരിക്കും. അപ്പൊ ചോദിക്കും, നിങ്ങൾ ചെറുപ്പമായതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പലരും ചോദിച്ചപ്പോൾ ഞാൻ അവരോടൊരു മറുപടി പറയാൻ ഇടയായി തീർന്നു. യോസഫിനോട് ദർശനത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു, 7 വർഷം ക്ഷാമകാലവും 7 വർഷം സമൃദ്ധിയുടെ കാലവുമാണ്. ഈ സമൃദ്ധിയുടെ കാലത്ത് നിങ്ങൾ ക്ഷാമത്തിലേക്ക് വേണ്ടുന്നത് ശേഖരിച്ച് വ്യക്തി എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറയും, എന്റെ സമൃദ്ധിയുടെ നാളാണിപ്പോ, ഞാൻ ശേഖരിച്ച് വെക്കുക. എന്തെങ്കിലും എനിക്ക് ഒരു ക്ഷാമത്തിന്റെ നാള് വരുമ്പോ ഈ സമൃദ്ധിക്ക് കൊടുത്തുനിന്ന് ഞാൻ എടുത്ത് ചെലവാക്കിക്കൊള്ളാമെന്ന് ഞാൻ അനേകരോട് പറയും. എല്ലാരും പറയും, എനിക്ക് അസിഡിറ്റി വരാം, നീ ഇങ്ങനെ ഉപസിക്കൽ. കുറച്ചുകൂടിയൊക്കെ എനിക്ക് ആരും ഇങ്ങനെ ഉപസിക്കാൻ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന കാര്യമാ, എന്റെ സമൃദ്ധിയുടെ നാളായത് ഞാൻ ഇപ്പോൾ ശേഖരിച്ച് വെക്കുകയാണെന്ന് പറയാൻ ഇടയായി തീർന്നു. ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ. ഇനിയോളം ദൈവം നടത്തി. ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് പാർക്കാൻ ഇടമില്ല. ഞങ്ങള് ഒരു നല്ല ഒരു വാടക, അതായത് അത്രയും വാടക ഞങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഒരു പാഴ്സണേജോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബാത്റൂം ഫെസിലിറ്റി പോലും ഇല്ലായിരുന്നു ഞങ്ങൾ വരുമ്പോ ദൈവസഭയ്ക്ക്. കൃപയാൽ ദൈവം ഇന്ന് ഞങ്ങൾക്ക് ഒരു ബാത്റൂം ഒക്കെ ഞങ്ങൾക്ക് പണിയുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്തു. വളരെ വലിയൊരു തുകയാണ്. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ആ അസോസിയേറ്റ് പാസ്റ്റർ എന്ന് പറയുന്ന അവിടുന്ന് ഞങ്ങൾ വന്നപ്പോൾ അവിടുന്ന് ലഭിച്ച തുകകളൊക്കെ ഞങ്ങളുടെ കരങ്ങളിൽ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾക്ക് ആ 1 മാസത്തെ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാണെന്നേ. ഞങ്ങൾ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ദൈവദാസന്മാർക്ക് വീട് താമസിക്കാൻ കൊടുക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളുണ്ട്. അവർ വിദേശത്താണ്. പക്ഷെ ഇനി അവർ ആർക്കും ഈ വീട് കൊടുക്കുന്നില്ല. ഇതിനു മുമ്പ് താമസിച്ച വ്യക്തികൾ മാറിയതിനു ശേഷം ഇനി ആർക്കും കൊടുക്കുന്നില്ല. ഇത് പുതുക്കി പണിയാനുള്ളതാന്ന് പറഞ്ഞ് ഇത് ഇട്ടിരുന്ന വീടാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരാളോട് ചോദിച്ചപ്പോ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ ഉള്ളിൽ ദൈവം പ്രേരണ കൊടുത്തു. ഞങ്ങൾ 1 മാസമേ വാടക കൊടുക്കാൻ താഴെ ഇടയായിട്ടുള്ളൂ. ഈ മനോഹരമായ ഒരു പാർപ്പിടം, ഈ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു റൂമിൽ കിടന്നുറങ്ങിയ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു കിച്ചണി, തലമുട്ടുന്ന കിച്ചണി കിടന്ന് ഞങ്ങൾക്ക് തലമുട്ടുന്ന ബാത്റൂമുള്ള അതിൽ ജീവിച്ച ഞങ്ങൾക്ക് ഇന്ന് വിശാലമായ വലിയൊരു ഹോളും ഡൈനിങ് ഹോളും കിച്ചണുകളും ബെഡ്റൂമുകളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പാർപ്പിടം, ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഒരു പാർപ്പിടം വലിയവനായ ദൈവം ഒരുക്കി തന്നു. ദൈവം തരുമോ? തരും. എല്ലാം ഉടനടിയാണോ ചോദിച്ചാൽ അങ്ങനെയല്ല. ചില റിസൾട്ടുകൾ, ഷുഗർ നോക്കിയാൽ കുറച്ചു നേരം കൊണ്ട് റിസൾട്ട് അറിയും. BP നോക്കിയാൽ അന്നേരം തന്നെ റിസൾട്ട് അറിയും. ബയോസിക് അയച്ചാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് അറിയത്തുള്ളൂ. അങ്ങനെ
ആണെങ്കിൽ ചില വിഷയങ്ങൾക്ക് ആമേൻ ഉടനടി റിസൾട്ട് ഉണ്ട്. ചിലതിന് ചില ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കാത്തിരിക്കണമെന്ന് ഞങ്ങൾ കാത്തിരുന്നു. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് കേട്ട ദൂതാണ് സുവിശേഷ വേല ചെയ്യണമെന്ന്. പക്ഷെ കർത്താവ് ഇറക്കിയത് 7 വർഷം കഴിഞ്ഞിട്ടാണ്. അത് ഉടനെ എല്ലാം തന്നോ? ഇല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവം ഓരോന്നും തന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവസഭയിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇന്നയോളം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവജനത്തെ നേടുവാനും ഞങ്ങൾ വന്നതിന് ശേഷം കുറെ പുതിയ ജനങ്ങളെ നേടുവാനും കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിലുപരി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം പറയും, ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം പറയും. അവരാരും രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ അവരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുവാനൊക്കെ ഇടയായി തീരും. ആമേൻ. പ്രിയപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. പലരും ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ എക്സാമുകൾക്ക് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാം. ഇങ്ങനെയൊക്കെ വലിയ പ്രവർത്തികൾ ഈ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ ദൈവം ചെയ്തു. എന്നാൽ ഇവരെയൊക്കെ ദൈവമേ തരണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. പറമോൻ പറഞ്ഞു, നിങ്ങളുടെ പുരുഷന്മാര് മാത്രം പോയി ആരാധിക്കട്ടെന്ന്. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളെയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റിലാണ് പറഞ്ഞത്, നിങ്ങളുടെ മൃഗങ്ങളെയും കൊണ്ടുപോയിക്കോളാൻ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരാൾ പോലും ശേഷിക്കാതെ കുടുംബങ്ങളുള്ള സകലരും ഈ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ എന്റെ ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ 2 കുടുംബങ്ങളിലുള്ളവരും എല്ലാവരും ഈ രക്ഷയിലേക്ക് കടന്നു വരണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങൾ അനവധി ആൾക്കാർക്ക് സാക്ഷ്യമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ഇത്രയും സമയം സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നല്ലോ. ഈ ദേശത്തും ആമേൻ ആമേൻ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന സെൻട്രലില്, ഞങ്ങളായിരിക്കുന്ന ദേശത്തെല്ലാം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ പിന്നെയും സഹായിക്കാൻ വേണ്ടി ദൈവജനങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ ആമേൻ. അനവധി സാക്ഷ്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അവൻ എന്നോടൊരു ദേവദാസൻ, അവൻ ഞാൻ നേരത്തെയായിരുന്ന ദൈവസഭയിൽ എന്നോട് പറഞ്ഞായിരുന്നു, ആമേൻ, ഇന്നേക്ക് 90ാമത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ. അന്ന് ഞാൻ വളരെ വേദനയിലൂടെ പോയൊരു കാലഘട്ടമായിരുന്നു. ആമേൻ. ദേവദാസന്മാർ അറിയിക്കുന്ന ആലോചനകൾ, ആമേൻ, പ്രവാചകന്മാരെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്തില്ലെന്ന് പറഞ്ഞ പോലെ അന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ആ 90 ദിവസം എന്നുള്ള എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ആ 90ാമത്തെ ദിവസമാണ് സ്വതന്ത്രമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദേശത്ത് ഈ ശുശ്രൂഷയിലേക്ക് കാലുകുത്താൻ ദൈവം ഇടയാക്കി തീർന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും അനുഗ്രഹവുമാണ്. ആമേൻ. ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ ചെറിയ പ്രവർത്തനമാണേലും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ആമേൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന പ്രിയ കർത്തൃദാസിയോടും ഇതിന്റെ പ്രവർത്തകരോടുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരുന്നുകൊള്ളുന്നു. മാറാനാഥ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ പറയുവാന്, കർത്താവ് നടത്തിയ വിധങ്ങളെയും വഴികളെയും കുറിച്ച് കേൾക്കുവാൻ ഇവിടെയാക്കിയതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഈ ജോയ്സ് ടിവിയിലൂടെ ഇത്രയും സമയം ഞങ്ങൾക്ക് ആമേൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അടിയന്റെ ചെറുതും വലുതുമായ പലവിധമായ ടെസ്റ്റ് മണികൾ ഇന്ന് ഈ കർത്താവേ ആമേൻ ചാനലിൽ അടിയൻ കർത്താവേ ഷെയർ ചെയ്തുള്ള ദേവി ഇത് കേൾക്കുന്നവർക്ക് വലിയ ഒരു വിടുതലിന് കാരണമാക്കി തീർക്കണമേ. കർത്താവേ, ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അത് വലിയൊരു വിടുതലാക്കി ദൈവം തീർക്കണമേ. സൈന്യം കൊണ്ട് ദൈവമാണ് നിർണയിച്ചിരിക്കുന്നത്. ആലോചനയെ ദുർബലമാക്കുവാൻ മറ്റാർക്കും കഴിയത്തില്ലല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ, അനവധി കുടുംബങ്ങൾ, അനവധി ദേശങ്ങൾ, അനവധി പട്ടണങ്ങളിൽ കർത്താവേ ഇത് എത്തുമ്പോൾ വലിയ ഒരു മാനസാന്തരത്തിന്, രൂപാന്തരത്തിന് ദൈവം കാരണമാക്കണമേ. പ്രിയ കർത്തൃദാസിക്കായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു കർത്താവേ ആമേൻ മീഡിയ മുഖാന്തരം അനവധി ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തന്റെ ദാസിയെയും കുടുംബത്തെയും ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവരുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങൾ ദൈവകൃപ വ്യാപരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന കൂടിവരവിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ, 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 ആമേൻ. ഓക്കെ, കർത്താവിന്റെ ദാസി ദൈവം